സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഗരുഡ പഞ്ചമി ഭാഗം 4. വിജയാദ്രിയിൽ എത്തപ്പെട്ടതിന്റെ 3-ാം നാളിലാണ് മാധവൻ നമ്പൂതിരി തീരുമാനമെടുത്തത്. അമ്മാവനെ ചതിച്ചു കൊന്ന മനുഷ്യനോട് പകരം ചോദിക്കണം. അയാൾ സ്വയരക്ഷ ചെയ്യാൻ പെടുന്ന പങ്കപ്പാടുകളെല്ലാം മാധവൻ നമ്പൂതിരിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. വിജയാദ്രിയിൽ എത്തിയ ദിവസം അയൽക്കാരന്റെ വാക്കുകൾ വിശ്വസിക്കത്തക്കതായിരുന്നു. അമ്മാവൻ മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞുവെന്നോ? അറിയാതെ ചോദിച്ചു പോയതാണ്. അതെ, ഞാൻ ഓർക്കുന്നു. വസ്തു കുഞ്ഞനാച്ചനെ വിൽക്കുകയാണെന്നും താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാനത് പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. വയസ്സുകാലി തിരുമേനി ഒറ്റയ്ക്ക് നാട്ടിൽ കിടന്നിട്ട് എന്ത് പ്രയോജനം ലഭിക്കാനാണ്? അന്ന് പോയതാണ് തിരുമേനി. ഇടയ്ക്ക് വിജയാദ്രിയിലേക്ക് വരുമെന്ന് ഉറപ്പു പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ വന്നില്ല. ഇവിടത്തെ മണ്ണ് കൈമറിഞ്ഞു പോയാലും വിജയാദ്രിനാഥനെ കൈവിടാൻ അദ്ദേഹത്തിനുണ്ടോ കഴിയുന്നു? വിഷ്ണു നമ്പൂതിരിയുടെ ഉറ്റ ഉപദേഷ്ടാവും സുഹൃത്തും വിജയാദ്രിനാഥനാണല്ലോ. വൃദ്ധൻ ചിരിച്ചു. മാധവൻ നമ്പൂതിരിയുടെ ഉള്ളിലപ്പോൾ ഒരു 9-ാം ഉത്സവത്തിന്റെ മേളം മുറുകുകയായിരുന്നു. അമ്മാവൻ ഇവിടെ നിന്ന് തിരിച്ചിരുന്നു. പക്ഷെ നാട്ടിലെത്തിയിട്ടില്ല. അമ്മാവനെന്തോ കാര്യമായ അപകടം സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞനാച്ചന്റെ വീട്ടിൽ വല്ല വിശേഷവുമുണ്ടോ? ലക്ഷണം കണ്ടിട്ടങ്ങനെ തോന്നി. അവിടെ വിശേഷമല്ലേയുള്ളൂ. ആ വസ്തു വാങ്ങി അന്നു മുതൽ തുടങ്ങിയതാണ് കുഞ്ഞനാച്ചന്റെ കഷ്ടകാലം. അപ്പം മരിച്ചു, ഇളയ പുത്രനും. രണ്ടും അപകടമരണങ്ങളായിരുന്നു. അതിനു പ്രതിവിധിയായി അവനേതോ മന്ത്രവാദിയെ കൊണ്ടുവരുന്നെന്നോ മറ്റോ കേട്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാധവൻ നമ്പൂതിരി അപ്പോഴും ഒന്ന് നടുങ്ങി. മോനെ, അവർ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. അമ്മാവന്റെ ശബ്ദം കാതുകളിൽ വന്ന് അലയടിക്കും പോലെ. ഏതായാലും ഞാൻ ഇന്നിവിടെ കിടക്കാം. രാത്രി ഏതായാലും തിരിച്ചുപോക്ക് വയ്യല്ലോ. എങ്കി കുഞ്ഞിവിടെ നിൽക്ക്. ഞാൻ തൽക്കാലത്തേക്ക് ഒരു വിളക്ക് നൽകാം. കിടക്കാനുള്ള പായ വരെ തിരുമേനി ദാനം ചെയ്തുവെന്ന് കേട്ടു. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പായയും തലയണയും ഒരു അരിക്കലാമ്പും കൊണ്ട് തിരിച്ചു വന്നു. നിങ്ങൾ തിരുമേനിയുടെ ആരാണെന്നാ പറഞ്ഞത്? മരുമകൻ. മാധവൻ നമ്പൂതിരി വിശദമായി പറഞ്ഞു മനസ്സിലാക്കി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. ചേർത്തടച്ച് തഴുതുമാട്ടിരുന്ന ആ വീടിനുള്ളിലേക്ക് മാധവൻ നമ്പൂതിരി കയറി. സമ്മിഷ്ട വികാരങ്ങൾ അലയടിക്കുന്ന ഹൃദയത്തിനൊരു ശമനമുണ്ടാക്കാൻ അയാൾ നന്നേ പാടുപെട്ടു. വീടിനുള്ളിൽ പൊടിയും വലയും പിടിച്ചിരിക്കുന്നു. 2 മാസത്തെ ജീർണത വായുവിൽ പോലും നിറഞ്ഞു നിൽക്കുന്നു. മാധവൻ നമ്പൂതിരി പായ വിരിക്കാൻ മാത്രം സ്ഥലം വൃത്തിയാക്കി അവിടെ കിടക്കുകയും ചെയ്തു. എന്തോ ദുരൂഹത ആകമാനം ചൂഴ്ന്നു നിൽക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എങ്ങനെ മനസ്സിലാക്കും? ഉറക്കത്തിൽ മാമനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചാണ് കിടന്നത്. അതിനുള്ള മന്ത്രവും 108 വട്ടം മനസ്സിൽ മന്ത്രിച്ചു. അത്ഭുതകരമായിരുന്നു ഫലം. ആ രാത്രിയിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി മാധവന് സ്വപ്നത്തിൽ ദർശനം നൽകി. മാമ, എന്ത് സംഭവിച്ചുവെന്ന് പറഞ്ഞാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാനതിന് പ്രതിവിധി കണ്ടെത്തിയേ നാട്ടിലേക്ക് മടങ്ങുള്ളൂ. എന്റെ ലക്ഷ്യം അതുമാത്രമാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരി കരയുകയാണ് ചെയ്തത്. ഒരിക്കലും ഉണ്ടാകാത്ത അനുഭവം. മാധവ, എന്നെ അയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ടും അവൻ അടങ്ങുന്നില്ല. എന്റെ ആത്മാവിനെ ബന്ധിക്കാനുള്ള ഏർപ്പാടുകളുമായി അവൻ മുന്നേറുകയാണ്. കഴിയുന്നത് പോലെ ഞാൻ എതിർക്കുന്നുണ്ട്. പക്ഷേ അധികകാലം പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. നീ കരുതി പ്രവർത്തിക്കുക. നമ്മൾ തോൽക്കരുത് മോനെ. അവന്റെ എല്ലാ ശ്രമങ്ങളും നീ പരാജയപ്പെടുത്തണം. നിനക്കേ അതിന് കഴിയൂ. സത്യം നാളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒന്ന് ഞാൻ പറയാം, അത്ര എളുപ്പം അയാൾ വിജയിക്കാൻ പോകുന്നില്ല. മാമാ. ഉറക്കത്തിൽ നിലവിളിയോടെ മാധവൻ നമ്പൂതിരി ചാടിപ്പിടിഞ്ഞെണീറ്റു. നിരത്തിരുന്ന് സ്വപ്നദർശത്തിന്റെ സാമ്രാംശമോർത്ത് തേങ്ങിക്കരഞ്ഞു. അമ്മാവൻ ഇന്നില്ല. വളരെ വിദഗ്ധമായാണ് അയാൾ അത് ചെയ്തിരിക്കുന്നത്. ആത്മാവിനെ പോലും ബന്ധിക്കാനൊരുങ്ങുന്നു എന്ന് പറഞ്ഞത് എന്തായിരിക്കും? മാധവൻ നമ്പൂതിരി പേർത്തും ആലോചിച്ചു. രുദ്രൻ നമ്പൂതിരി പ്രജ്ഞയിലേക്ക് ഒരു പ്രകാശം പൊടുന്നതിന് കയറി വന്നു. അതെ, കുഞ്ഞനാച്ചന്റെ ക്ഷണപ്രകാരമായിരിക്കില്ലേ രുദ്രൻ നമ്പൂതിരി വെന്നിമലയിൽ എത്തിയിരിക്കുന്നത്. രുദ്രന് സന്മന്ത്രവാദവും ദുർമന്ത്രവാദവും ചെയ്യാനറിയാം. ചെയ്യുന്നതെന്തായാലും അതിലയാൾ അഗ്രഗണ്യം തന്നെ. അക്കാര്യം നിഷേധിച്ചിട്ട് കാര്യമില്ല. അയാൾക്കെതിരെ പോരാടുക എന്നത് ചില്ലറ കാര്യമല്ല. അമ്മാവന് വേണ്ടി അത് ചെയ്യാതിരിക്കാനും ഒക്കില്ല. ആ രാത്രി പിന്നീട് ഉറക്കം വന്നതേയില്ല. വെന്നിമലയുടെ താഴ്വാരങ്ങളിൽ ചീവീടുകൾ ഒരുക്കുന്ന വികല സംഗീതവും ശ്രവിച്ച് മാധവൻ നമ്പൂതിരി വെറുതെ കിടന്നു. രാവിലെ ഒരിക്കൽ കൂടി അന്വേഷിക്കണം. പിന്നെ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. തനിക്കുള്ള അറിവ് വെച്ച് എതിർക്കാവുന്നതുപോലെയൊക്കെ ചെയ്യുക.
അമ്മാവിന്റെ ആത്മാവുണ്ട് എനിക്ക് കൂട്ടിന്. പ്രഭാതമായി. മാധവൻ നമ്പൂതിരി വിജയാദ്രിനാഥന്റെ തിരുനടയിലെത്തി. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരുടെ തിരക്ക് ആരംഭിക്കുന്നതേയുള്ളൂ. ആ തിരക്കിൽപ്പെടാതെ മുറ്റത്തെ ആൽത്തറയിൽ അനന്തരം എന്തു വേണ്ടു എന്നാലോചിച്ചിരുന്നു. ഒരു പൂജ ചെയ്യണമെങ്കിലും അതിന് സ്വസ്ഥമായിരിക്കാൻ ഒരിടം വേണം. അമ്മാവൻ പാർത്ത കുടിൽ ചേരില്ല. അത് സ്വന്തമല്ല താനും. പിന്നെ എവിടെയാണ് ഒരിടം തേടുക? അത് തന്നെ ഓർത്തിരിക്കെ മാധവൻ നമ്പൂതിരിക്കൊരു തോന്നലുണ്ടായി. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ഗുഹയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ പണ്ട് പണ്ട് ജീവിച്ചിരുന്ന മഹർഷിമാരുടെ ചൈതന്യം ഇന്നും അവിടെയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർ ക്ഷേത്ര പരിസരത്തെ ഗുഹകളിലായിരുന്നല്ലോ പാർത്തിരുന്നത്. അപ്പോൾ അത്തരമൊരു ഗുഹയിലാകുമ്പോൾ ആ ചൈതന്യവും തനിക്ക് അനുഗ്രഹമായി വരും. അല്ലെങ്കിലും എക്കാലത്തും ഒരേപോലെ ശുദ്ധജലം കിട്ടുന്ന സരസ്സുകളും ഇവിടെ അല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നില്ല. തന്റെ രഹസ്യവാസത്തിനും ഇതിലും പറ്റിയൊരു സ്ഥലം വേറെയില്ല. ആൽത്തറയിൽ നിന്ന് അദ്ദേഹം എണീറ്റു. ക്ഷേത്രത്തിന് പുറത്തെ മലയുടെ ഭിത്തിയിൽ പ്രവേശനദ്വാരമുള്ള ആ വലിയ ഗുഹ കണ്ടുപിടിച്ചു. മാധവൻ നമ്പൂതിരിയുടെ മനസ്സ് നിറഞ്ഞു. അതെ, ഇവിടെ തന്നെ കൂടുക. കുറച്ചു കാലത്തെ പൂജയ്ക്കും മറ്റും വേണ്ട ഉപകരണങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു വാങ്ങുക തന്നെ. നാട്ടിൽ ചെന്ന് സംഘടിപ്പിച്ചു വരുമ്പോഴേക്കും വളരെ വൈകും. രുദ്രൻ നമ്പൂതിരി ഇന്നലത്തെ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തക്ക സമയത്ത് താനും ആരംഭിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹം മുന്നേറും. രുദ്രൻ തിരുമേനയോട് തനിക്ക് യാതൊരു പകയുമില്ല. അതിന്റെ ആവശ്യവുമില്ല. അദ്ദേഹം തന്റെ മാമനെതിരെ നടത്തുന്ന പ്രയോഗങ്ങളെക്കുറിച്ച് തനിക്ക് എതിർപ്പുള്ളൂ. അത് നടക്കരുത്. അമ്മാവനെ കൊലപ്പെടുത്തിയവരെ രക്ഷിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. അത് പാടില്ല. ഒരു കാലത്തും ബന്ധിക്കാനാവാത്ത ശക്തിയായി അമ്മാവന്റെ ആത്മാവ് ഈ വിജയാദ്രിയിൽ ഉണ്ടാവണം. അത് കുഞ്ഞനാച്ചന് മാത്രമല്ല, അയാളെ പോലെയുള്ളവർക്കും ഒരു പാഠമായിരിക്കണം. സർവോപരി തനിക്ക് തന്റെ മാമനെ തിരിച്ചു കിട്ടണം. എന്ത് വില കൊടുത്തും അതങ്ങനെയാകണം. മാധവൻ നമ്പൂതിരി ഉപാസനാമൂർത്തി മന്ത്രം ചൊല്ലി അവസാനിപ്പിച്ചു. മറ്റൊരു രഹസ്യമന്ത്രം ആരംഭിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വിസ്മയം വിടർന്നത്. തന്നെ കൂടാതെ ആ ഗുഹാമുഖത്ത് മറ്റൊരാൾ കൂടിയുണ്ടോ? ആരുടെയോ ഒരു നിഴലല്ലേ താനിപ്പോ കണ്ടത്? സംശയത്തോടെ നിലവിളക്കിലെ തിരി കുറച്ചുകൂടി നീട്ടി. രുദ്രൻ നമ്പൂതിരിക്ക് വിജയാദ്രിനാഥന്റെ തിരുനടയ്ക്കൽ വെച്ച് മാധവനെ കണ്ടപ്പോൾ തന്നെ വെറുതെയാണെങ്കിലും ഒരു സംശയം തോന്നിയെന്നത് നേരാണ്. ഇയാളും ഈ നാട്ടുകാരനല്ലല്ലോ. മരിച്ചുപോയ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മരുമകനാണെന്ന് അന്വേഷിച്ചു മനസ്സിലായപ്പോൾ തന്റെ സംശയം ദൂരീകരിക്കപ്പെട്ടു. മാധവൻ നമ്പൂതിരി അറിയാതെ അയാളെ പിന്തുടരാൻ നിഴല് പോലൊരു മൂർത്തിയെ നിയോഗിക്കുകയും ചെയ്തു. മാധവൻ നമ്പൂതിരി വെന്നിമല ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിൽ പൂജ ആരംഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയുന്നതെങ്ങനെയാണ്? പൂജ തുടങ്ങുമ്പോഴും വിവരം അറിയിക്കാൻ ആ നിഴൽമൂർത്തിയെ തന്നെ ഗുഹാമുഖത്ത് അദ്ദേഹം നിയോഗിച്ചിരുന്നു. മാധവൻ മന്ത്രതന്ത്രങ്ങൾ പഠിക്കുന്ന പുതിയ തലമുറക്കാരനാണ്. ഇയാൾ എന്തിന് വെന്നിമലയിൽ തന്നെ എത്തി? ആ സംശയം, ഉത്കണ്ഠ അധിക നേരം ഉള്ളിപ്പേറാൻ മനസ്സുള്ള ആളായിരുന്നില്ല രുദ്രൻ നമ്പൂതിരി. സൽക്കർമ്മങ്ങൾക്ക് ഒരു കാലത്ത് ഖ്യാതിയുണ്ടായിരുന്ന ഇല്ലമാണ് മാധവന്റേത്. കേവലം 2 തലമുറകളായിട്ടേ ആരും മന്ത്രതന്ത്രങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുന്നുള്ളൂ. മാധവനിൽ ആരംഭിക്കുന്ന 3ാം തലമുറ വീണ്ടും മന്ത്രപ്രവൃത്തികളിൽ വ്യാപൃതരാകുകയാണെന്നറിഞ്ഞു. അത്ര സുഖമുള്ള അറിവല്ലത്. തന്റെ നാട്ടിലോ തന്റെ അയൽവക്കത്തോ അല്ല, ഗ്രാമങ്ങൾ തമ്മിൽ തന്നെ എത്രയോ കാതം അകലമുണ്ട്. ഭീഷണി എന്നൊരു പ്രശ്നമേ ഇല്ല. എന്നാലില്ലേ? ഉവ്, ഒരു പുതിയ മാന്ത്രികൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ മുളച്ചു വന്നാലും നിലവിലുള്ള മാന്ത്രികന്മാർക്കെല്ലാം തെല്ല് ക്ഷീണമുണ്ടാകും. തന്നെ കേട്ടറിഞ്ഞ് കുഞ്ഞനാച്ചൻ അവിടം വരെ പോന്നതല്ലേ. ഇങ്ങനെയൊരാളുണ്ടെങ്കിൽ ആദ്യം ഇവിടെയല്ലേ പോകൂ? പക്ഷെ മാധവൻ തീരെ ചെറുപ്പമാണ്. മന്ത്രങ്ങൾ പഠിക്കാൻ ആരംഭിച്ചിട്ടേയുള്ളൂ. സ്വതന്ത്രമായി സ്വന്തം നിലയിൽ ഒരു കർമ്മം ചെയ്യാനുള്ള ചങ്കൂറ്റം അവനുണ്ടായിക്കഴിഞ്ഞിട്ടില്ല. പിന്നെ വെന്നിമല ക്ഷേത്രഗുഹയിൽ അവൻ എന്തു പൂജയ്ക്കുള്ള ഒരുക്കമാണ്? ഏകാന്തതാ ധ്യാനത്തിനാണെങ്കിൽ ഇവിടെ മാത്രമേ അവൻ കണ്ടുള്ളൂ. അപ്പോഴതുമല്ല കാര്യം, മറ്റെന്തോ ആണ്. അത് കണ്ടുപിടിക്കണം. ഒരു മാന്ത്രികൻ സംശയ നിവൃത്തി വരുത്തിയിട്ടേ അടുത്ത കർമ്മങ്ങളിലേക്ക് കടക്കാവൂ. രുദ്രൻ നമ്പൂതിരിയും അതിന് തന്നെയാണ് ഒരുങ്ങിയത്. മാധവന്റെ ഗുഹയ്ക്കരികിലേക്ക് നിയോഗിച്ച മൂർത്തി തിരിച്ചു വന്നറിയിച്ച കഥ രുദ്രനെ ഒരു നേർത്ത നടുക്കത്തിലെങ്കിലും എത്തിക്കുകയും ചെയ്തു. മാധവൻ മന്ത്രവാദത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. അത് തനിക്കെതിരെയുമാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ആത്മാവിനെ ബന്ധനസ്ഥനാക്കാൻ താൻ ശ്രമിക്കുന്നു. അതിനെ അതുപോലെ മെയ്ക്കാൻ മാധവനും ഒരുങ്ങുന്നു. ഇത് ശരിയാവില്ലല്ലോ. ബ്രഹ്മരക്ഷസിനെ തളച്ച് കുഞ്ഞനാച്ചന് മോചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാമെന്ന് താൻ വാക്കുകൊടുത്തുപോയി. ആ വാക്ക് തനിക്ക് പാലിച്ചേ പറ്റൂ.
പക്ഷേ അടുത്തതിന് തടസ്സം വരുത്താനാണല്ലോ മാധവന്റെ നീക്കം. രുദ്രൻ നമ്പൂതിരി ചില നിമിഷങ്ങളോളം ചിന്താമഗ്നനായിരുന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു കർമ്മവും മാതൃകവിധികളിലില്ല. ഒന്നുകിലില്ല, അല്ലെങ്കിൽ മുള്ള്. രണ്ടിലൊന്നിന് അനശ്വരതയുള്ളൂ. രണ്ടു കൂടി വയ്യേ വയ്യ. എന്തു ചെയ്യണം? ബ്രഹ്മരക്ഷസിനെ തളയ്ക്കാൻ കഠിന യജ്ഞങ്ങൾ വേണ്ടിവരും. എന്നാലും അത് ചെയ്യാമെന്നുറപ്പുണ്ട്. അപ്പോൾ പക്ഷേ മാധവൻ അടിയേറ്റെന്ന് വരും. മാധവനെ രക്ഷിക്കാമെന്ന് വെച്ചാൽ ബ്രഹ്മരക്ഷസ് പതിവ് പോലെ വിലസുകയും ചെയ്യും. അസാധാരണ ശക്തിയുള്ള രക്ഷസാണ്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്ന രക്ഷസ്. കുറച്ചുകാലം കഴിഞ്ഞിട്ട് പ്രയോഗമെന്ന് വെച്ചാൽ കുഞ്ഞാച്ചൻ അപ്പോഴേക്കും ഉണ്ടായെന്ന് വരില്ല. ആകപ്പാടെ വിഷമാവസ്ഥയിലെത്തിയ പ്രതീതി. സന്മന്ത്രവാദം കൊണ്ട് ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മരക്ഷസിനെ തളയ്ക്കാനുള്ള കർമ്മങ്ങൾ. ദുർമന്ത്രവാദത്തിൽ കഠിന ക്രിയകൾ വേണ്ടിവരും. പക്ഷേ അതേസമയം സത്മന്ത്രവാദം തന്നെയാവും മാധവനും ചെയ്യുക. അനുകൂലത്തിനും പ്രതികൂലത്തിനും ഒരേ സമയം രണ്ടുപേർ കർമ്മം ചെയ്യുകയെന്ന് വെച്ചാൽ അതിലും വലിയൊരു പരാജയം ഉണ്ടാകാനില്ല. ഇരുഭാഗങ്ങളിലും പെടാതെ രക്ഷസ് പ്രബലനായി തുടരുകയാവും പരിണിതഫലം. എന്താ തിരുമേനി, അങ്ങയ്ക്കൊരു സംശയം പോലെ? കുഞ്ഞനാച്ചൻ ചോദിച്ചു. കുറച്ചു നിമിഷങ്ങളായി കുഞ്ഞനാച്ചൻ തിരുമേനിയുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നല്ലോ. കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുഞ്ഞനാച്ച. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുമോ എന്ന് സംശയമുണ്ട്. ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന പ്രയോഗങ്ങൾക്കെതിരെ ഒരു മാന്ത്രികം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ബ്രഹ്മരക്ഷസിനെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. കുഞ്ഞനാച്ചൻ നടുങ്ങിപ്പോയി. അതാരാണാവോ? സംശയിച്ച് ചോദിച്ചു. മരിച്ചുപോയ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മരുമകനാണ്. ആൾ വെന്നിമല ക്ഷേത്രത്തിനടുത്തുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഇവിടെ കർമ്മങ്ങൾ ആരംഭിച്ച അതേ നേരത്ത് തന്നെ അയാളും എനിക്കെതിരെ പ്രയോഗം തുടങ്ങി. എനിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ലക്ഷ്യങ്ങൾക്കെതിരെ എന്ന് വേണം പറയാൻ. അമ്മാവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തെ തുടരാനുള്ള കർമ്മങ്ങളാണ് അയാൾ തുടങ്ങിയിരിക്കുന്നത്. കുഞ്ഞനാച്ചൻ പകച്ചു നിന്നു. ഇങ്ങനെയൊരു ചതിവിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടേയില്ല. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മരുമകൻ എങ്ങനെ വെന്നിമലയിലെത്തി? അമ്മാവന്റെ ബ്രഹ്മരക്ഷസിനെ നിലനിർത്താൻ അയാൾ ശ്രമിക്കണമെങ്കിൽ അദ്ദേഹം ബ്രഹ്മരക്ഷസായി മാറിയ കഥയും അയാൾ അറിഞ്ഞിരിക്കണമല്ലോ. ആ ഓർമ്മ കുഞ്ഞനാച്ചനെ സ്തബ്ധനാക്കി, സംഭീതനാക്കി. ദയനീയമായൊരു നോട്ടത്തിലൂടെ മനസ്സിലുള്ളത് മുഴുവൻ രുദ്രൻ നമ്പൂതിരിയുടെ മുന്നിൽ കുഞ്ഞനാച്ചൻ വ്യക്തമാക്കി. വ്യസനിക്കാനൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിരിക്കൂ. അയാളുടെ നീക്കം എന്താണെന്ന് വ്യക്തമായ അറിയും വരെ നമ്മുടെ കർമ്മങ്ങൾ നീളും. അത്രയേയുള്ളൂ. അത് നാളെ തന്നെ അറിയുകയുമാവാം. വളരെ വലിയ കാത്തിരിപ്പിന്റെ ആവശ്യമേയില്ല. രുദ്രൻ നമ്പൂതിരി കുഞ്ഞനാച്ചന് ധൈര്യം പകർന്നു. ഏതായാലും നമുക്കിത്തിരി കൂടി ജാഗ്രത വേണ്ടി വന്നിരിക്കുന്നു. മാധവന്റെ നീക്കം എവിടെയാണെന്ന് ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ. തിരുമേനി ആവണിപ്പലകയിൽ പത്മാസനം ഇട്ടിരുന്നു. നിലവിളക്കിന്റെ തിരി നീട്ടിവെച്ചു. മനസ്സിലേതോ മന്ത്രത്തിന്റെ താളിയോലക്കെട്ടുകൾ നിവർന്നു. മാധവൻ നമ്പൂതിരി ഒരിക്കൽ കൂടി ചുറ്റും പരതി. ഇരുൾ നിറഞ്ഞ ഗുഹാമുഖം നിതാന്ത നിശബ്ദമായിരുന്നു. മലമുകളിലെ ഇളങ്കാറ്റ് ഗുഹയിലേക്ക് തിരക്കി കയറുമ്പോഴുണ്ടാകുന്ന നേരിയൊരു മുഴക്കം ഒഴിവാക്കിയാൽ നിറഞ്ഞ നിശ്ചലത. മലനിരകളും താഴ്വാരങ്ങളും ഒരു ഉറക്കുപാട്ടിന്റെ മൃദുമർമ്മരവും ശ്രവിച്ച് സുഷുപ്തിയിലാണ്. ആ മലനിരയിലോ അടുത്ത മലകളിലോ മനുഷ്യവാസമുള്ള ലക്ഷണമില്ല. കാറ്റിൽ ചിലമ്പുന്ന ഒരു ചെറുതിരുനാളം പോലും എവിടെയും ദൃശ്യമല്ല. മിന്നാമിന്നികൾ പോലും ഇത്തിരി വെട്ടവുമായി പറക്കുന്നില്ല. ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു രാത്രി കഴിഞ്ഞു പോയിരിക്കുന്നു. പകലുകളിൽ മന്ത്രപഠനവും രാത്രികാലങ്ങളിൽ പഠിച്ച മന്ത്രങ്ങളുടെ പ്രയോഗവുമായി വളരെ വേഗം ദിനരാത്രങ്ങൾ കഴിയണം. ആദ്യ ദിനത്തിൽ തന്നെ കണ്ടുപിടിച്ച താവളം മാധവൻ നമ്പൂതിരിക്ക് പ്രിയപ്പെട്ടതായി. ഇവിടെയല്ലാതെ ഇനി മറ്റൊരിടം തന്നെ ലക്ഷ്യപൂർത്തീകരണത്തിന് കണ്ടെത്തേണ്ടതില്ലെന്നും കണക്കുകൂട്ടിയിരുന്നു. ചേരമാൻ പെരുമാൾ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ഈ ഗുഹ വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ഉപയുക്തമായി. വിജയാദ്രിനാഥന്റെ അനുഗ്രഹം. ആദ്യ ദിവസം തന്നെ പൂജ അവസാനിക്കുമ്പോൾ അവാച്യമായൊരു ആനന്ദത്തിന്റെ അനുരണനമുണ്ടായി ഹൃദയത്തിൽ. പക്ഷേ അപ്പോഴല്ലേ ഗുഹാമുഖത്ത് നിന്ന് മാധവൻ നമ്പൂതിരി ചെവിയോർത്തു. എന്തെങ്കിലും ശബ്ദം കേൾക്കാനുണ്ടോ? ആരുടെയെങ്കിലും പാദപതന ശബ്ദം? അതോ വല്ല കാട്ടുജന്തുക്കളുടെ നിഴലായിരിക്കുമോ താൻ കണ്ടത്? എന്തോ ഒന്ന് ഇവിടെ ഈ മുതവാത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെന്ന് തീർച്ച. തെല്ലും ഭയം തോന്നിയില്ല. രൂപികൾക്കോ അരൂപികൾക്കോ ഭയപ്പെടുത്താൻ കഴിയുന്ന മനസ്സല്ല തന്റേത്. അങ്ങനെയുള്ള മനസ്സ് ഒരു മാന്ത്രികന് ചേർന്നതുമല്ല. ഭയങ്ങൾക്കതീതമായൊരു മാനസികാവസ്ഥയെ പ്രാപിക്കുകയാണ് മാന്ത്രികൻ ആദ്യം ചെയ്യേണ്ടത്. അതെന്നേ തനിക്ക് സ്വായത്തമായി കഴിഞ്ഞു. ഭയപ്പെട്ടില്ലെങ്കിലും ഭയപ്പെടുത്താൻ എത്തിയ നിഴലിന്റെ പൊരുൾ അറിഞ്ഞേ തീരൂ. മുന്നോട്ടുള്ള
സുഗമമായ നീക്കങ്ങൾക്കത് അനിവാര്യമാണ്. മാധവൻ നമ്പൂതിരി വീണ്ടും ഗുഹയിലേക്ക് കയറി. നേർത്ത കാറ്റിൽ ഒരറ്റത്തിരി വിളക്കിന്റെ നാളം ഉലയുന്നുണ്ട്. രണ്ടു കനത്ത തിരികൂടി തെറുത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമാക്കി നിലവിളക്കിൽ വീണ്ടും നമ്പൂതിരി തിരിയിട്ട് വിളക്ക് കൊളുത്തി. ആദ്യ മന്ത്രത്തിന്റെ അന്ത്യനിമിഷത്തിലായിരുന്നല്ലോ ഭയപ്പെടുത്താനെത്തിയ നിഴലിന്റെ ആഗമനമുണ്ടായത്. ഇപ്പോൾ അത് വീണ്ടും കാണാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക തന്നെ. തന്റെ പൂജ വിഘ്നപ്പെടുത്തുകയായിരുന്നു നിഴൽ രൂപത്തിന്റെ ലക്ഷ്യം? അതോ ഗുഹയുടെ അവകാശം സ്ഥാപിച്ച ഏതെങ്കിലും കുടികിടപ്പുകാരൻ ജന്തു അത് കയ്യേറിയ തന്നെ പകയോടെ കണ്ടു മടങ്ങിയതോ? ഏതായാലും അത് തിരിച്ചറിയണം. രുദ്രൻ നമ്പൂതിരി പൂജ ആരംഭിച്ചതും അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണ് തന്റെ ചലനങ്ങൾ വീക്ഷിക്കാനെത്തിയതെന്നും മാധവൻ നനച്ചതേയില്ല. അതറിയാൻ ഒരു മഷിനോട്ടം കൊണ്ട് കഴിയും. പക്ഷേ മഷിനോട്ടത്തിനുള്ള പൂജാവിധികൾ ഇനിയും കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം അത് പഠിക്കണം. മാധവൻ നമ്പൂതിരി മന്ത്രങ്ങളിലേക്ക് കടന്നു. മന്ത്രം അവസാന പകുതിയിലേക്ക് നടന്ന നിമിഷത്തിൽ വീണ്ടും അതുണ്ടായി. ആ നിഴൽ. ഇത്തവണ അരൂപിയായ ആ മൂർത്തി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി വരികയാണ് ചെയ്തത്. മാധവൻ നമ്പൂതിരിക്ക് ചുറ്റും ഇരുട്ട് ഘനീഭവിച്ചു. മാധവൻ നമ്പൂതിരി നരസിംഹമൂർത്തിയെ ഹൃദയത്തിൽ ധ്യാനിച്ചു. ഭയം വിട്ടൊഴിയാൻ എന്നും ഈ മന്ത്രം മാധവൻ നമ്പൂതിരിയെ സഹായിച്ചിട്ടുണ്ട്. ഉപാസനാമൂർത്തികളുടെ മന്ത്രം മനസ്സിൽ അങ്ങനെ വിരിയുമ്പോൾ ഏത് ദുർഘടസന്ധികളിലും അറിയാതെയോട് ഉറവെടുക്കുകയും ധൈര്യം. ഇതാ ഇപ്പോഴും മാധവൻ നമ്പൂതിരിക്ക് അത് തന്നെയായിരുന്നു അനുഭവം. മുൻപ് ഗുഹാമുഖത്ത് പ്രത്യക്ഷപ്പെട്ടെന്ന് തോന്നിയ നിഴൽ രൂപം അപ്രത്യക്ഷമായതും വീണ്ടും അത് സ്വന്തം ഗുഹയ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ ഒന്ന് പതറിയെന്നത് സത്യമാണ്. പക്ഷെ ആ പതറിച്ച കേവലം താൽക്കാലികമായിരുന്നു. സടകുടഞ്ഞുണർന്ന ധൈര്യവുമായി മാധവൻ നമ്പൂതിരി വീണ്ടും ഒരിക്കൽ കൂടി ഇഷ്ടമൂർത്തി മന്ത്രം ജപിച്ചു. ഇഷ്ടമൂർത്തി രൂപം ധ്യാനിച്ചു. അത്ഭുതം! ഇപ്പോൾ ആരോ ഗുഹയ്ക്കുള്ളിലുണ്ടെന്ന തോന്നലിന് മങ്ങലേറ്റിരിക്കുന്നു. ഭയകാരണമായ ആ സാന്നിധ്യം അപ്രത്യക്ഷമായിരിക്കുന്നു. മാധവൻ നമ്പൂതിരി ഒരു ദീർഘനിശ്വാസമുതിർത്തു. കൂടുതൽ ആലോചിച്ചപ്പോൾ താൻ കണ്ടതൊരു സ്വപ്നമല്ലെന്ന തോന്നൽ വെറും ഒരു സംശയമല്ലെന്നും അയാൾക്ക് തോന്നി. ഇതിനു പിന്നിൽ രുദ്രൻ നമ്പൂതിരിയുടെ കുടില തന്ത്രമല്ലേ പ്രവർത്തിച്ചത്? ആ സംശയം ബലപ്പെട്ടപ്പോൾ തെൽ ഉത്കണ്ഠ തോന്നുകയും ചെയ്തു. ആദ്യം മുതലേ തന്റെ ചലനം രുദ്രൻ നമ്പൂതിരി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് അപകടമാണല്ലോ. എന്ത് വില കൊടുത്തും ആ തന്ത്രം പരാജയപ്പെടുത്തിയേ പറ്റൂ. എന്താണൊരു മാർഗം? തിരുമേനി പേർത്തും പേർത്തും ആലോചിച്ചു. എന്തു തന്നെ സംഭവിച്ചാലും ഉദ്ദേശിച്ച കർമാനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേയില്ല. അമ്മാവിന്റെ ആത്മാവിനെ തളയ്ക്കാൻ രുദ്രൻ ശ്രമിക്കുന്നു. അതങ്ങനെ തന്നെ നിലനിർത്താൻ താനും. അമ്മാവിനെ കൊലപ്പെടുത്തിയതാണ്. ആ സംശയം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സാഹചര്യ തെളിവുകളും രഹസ്യാന്വേഷണങ്ങളും മാധവൻ നമ്പൂതിരിയെ നയിച്ചത് ആ സത്യത്തിലേക്ക് തന്നെയായിരുന്നു. ഇവിടെ പതറിയാൽ താൻ എല്ലാ പരിശ്രമങ്ങളിലും പതറുകയാകും ഫലം. ആ രാത്രിയിൽ മാധവൻ നമ്പൂതിരി പിന്നെ ഒരു പൂജയ്ക്കും ഒരുങ്ങിയില്ല. നിലവിളക്കിന്റെ ഒട്ടത്തിരി വെട്ടത്തിൽ പഠിച്ചു തീർക്കേണ്ട മാന്ത്രിക പാഠങ്ങളിൽ തിരുമേനി മുഴുകി. രുദ്രൻ നമ്പൂതിരിപ്പാട് വെറ്റിലയിലേക്ക് വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു ചുളിവ് വീഴുകയും ചെയ്തു. കൊച്ചു പയ്യൻ. അവൻ തന്നെ എതിർക്കാനാണ് ഭാവം, തകർക്കാനാണ് തയ്യാറെടുപ്പ്. എങ്കിൽ അതൊന്ന് അറിയുക തന്നെ വേണമല്ലോ. അന്ന് വിജയാദ്രിനാഥന്റെ നടക്കിൽ വെച്ച് കണ്ടപ്പോൾ ഇത്രയും നനച്ചില്ല. എങ്കിൽ എന്തെങ്കിലും തോന്നലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവനെ തുടക്കത്തിലെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ബുദ്ധിമാൻ പിടിവിട്ടുപോയല്ലോ. എവിടെ പോകാൻ? രുദ്രൻ നമ്പൂതിരി ഒന്ന് പുഞ്ചിരിച്ചു. ഉത്കണ്ഠാകുലനായി നിന്നിരുന്ന കുഞ്ഞനാച്ചന്റെ മനസ്സിലേക്ക് ഒരു കുളിർക്കാറ്റ് വീശി. എന്തോ അനുകൂലമായത് കണ്ടെത്തിയതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് സന്തോഷമെടുക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചു, ഭയപ്പെടേണ്ട കുഞ്ഞനാച്ച, എന്നെ എതിർക്കാൻ ഒരു നരുന്തു പയ്യൻ വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ശ്രമങ്ങളെ എതിർക്കാൻ. വെന്നിമല അടിവാരത്തെ ഗുഹയിൽ വാസം തുടരുകയാണവൻ. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മരുമകൻ. എതിർക്കാനോ? അതെങ്ങനെ കഴിയും? കഴിയും കുഞ്ഞനച്ച, പക്ഷെ ഇവനെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. രുദ്രൻ നമ്പൂതിരി നിസാരതയോടെ മന്ത്രിച്ചു. ബ്രഹ്മരക്ഷസിനെ തളയ്ക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. അതിനെ എതിർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. മാന്ത്രിക വിധികളിൽ അതിന് സാധ്യതകളുണ്ട്. ദുർമന്ത്രവാദ കർമ്മങ്ങളെ സൽക്കർമ്മങ്ങൾ കൊണ്ട് എതിർക്കുക. പൈശാചിക ശക്തിക്ക് മേൽ ദൈവിക ശക്തി പ്രയോഗിക്കുക. വിജയം എല്ലായ്പ്പോഴും സൽക്കർമ്മങ്ങൾക്കായിരിക്കും. വിധിയാവണ്ണം ചെയ്താൽ എതിർപ്പിനെ നേരിടേണ്ടി വരും. പക്ഷെ ഇവിടെ നാം ഭയപ്പെടും പോലൊന്നും ഉണ്ടാവില്ല. ആ പയ്യന് അതിനുള്ള യോഗ്യതയില്ല. പിന്നെ ശ്രമം, അതാർക്കാ മേലാത്തെ? ലാഘവത്തോടെയാണ് രുദ്രൻ നമ്പൂതിരിയുടെ സംസാരം.
കുഞ്ഞനച്ഛന് തെല്ലാശ്വാസം തോന്നി. രാവേറെ ചെന്നിരുന്നു. അകലെ എവിടെയോ തലക്കോഴി കൂവുന്ന ശബ്ദം കേൾക്കായി. ഇനിയൊന്ന് മയങ്ങാം. കുഞ്ഞനച്ഛൻ ഉറങ്ങിക്കോളൂ, എനിക്കും തെല്ല് വിശ്രമിക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഒരു കർമ്മം ചെയ്യാനുണ്ട്. കുഞ്ഞനച്ഛൻ പിൻവാങ്ങി. മുറിയിൽ രുദ്രൻ നമ്പൂതിരി തനിച്ചായി. ഒറ്റയ്ക്കായപ്പോൾ തിരുമേനിയുടെ ചിന്ത വീണ്ടും മാധവനെ ചുറ്റിപ്പറ്റിയായി. അയാളെ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിക്കണം. അത് കഴിഞ്ഞാലേ തന്റെ മാർഗം സുഗമമാകൂ. ഒരു മത്സരമോ? മത്സരമെങ്കിൽ പരാജയ ഭീഷണിയോ ജീവിതത്തിൽ ഇന്നോളം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓലപ്പാമ്പ് കണ്ട് ഭയന്ന് പിന്മാറുന്നവനല്ല രുദ്രൻ എന്ന താൻ. എന്നാലും ശ്രദ്ധിക്കണം. മന്ത്രവാദിയല്ലെങ്കിലും അതാകാൻ പഠിക്കുന്നവനാണ് മാധവൻ. ആരംഭശൂരത്വമേറും. പഠിച്ചത് പ്രയോഗിക്കാൻ കിട്ടുന്നൊരവസരം അയാൾ നഷ്ടപ്പെടുത്തിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം. നോക്കാം, ഒരു പരീക്ഷണം നടത്തി നോക്കിക്കളയാം. ഒന്നുകൊണ്ടറിയാം രണ്ടിന്റെ ബലാബലമെന്നല്ലേ ചൊല്ല്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ വേണ്ടി രുദ്രൻ നമ്പൂതിരി തെല്ലൊന്നു മയങ്ങാൻ വട്ടം കൂട്ടി. ബ്രാഹ്മമുഹൂർത്തം. ദേഹശുദ്ധി വരുത്തി വന്ന് രുദ്രൻ നമ്പൂതിരിപ്പാട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി. ഇഷ്ടമൂർത്തി ധ്യാനത്തിന് ശേഷം പുതിയൊരു കർമ്മത്തിലേക്കുള്ള മന്ത്രശ്ലോകം ജപിച്ചു. മാധവനെതിരെ തൽക്കാലം ഇതിലും വലുതൊന്നിന്റെ ആവശ്യമില്ല. മൂർത്തി സാന്നിധ്യം മുറിയിലുണ്ടായപ്പോൾ രുദ്രൻ നമ്പൂതിരിപ്പാട് ആദരവോടെ എന്തോ നിർദ്ദേശിച്ചു. പിന്നെ സംതൃപ്ത ഭാവത്തിൽ പുഞ്ചിരിച്ചു. 1-2 നിലവിളക്ക് കൂടി കൊളുത്തി മുറി മുഴുവൻ പ്രകാശമാനാക്കിയിട്ട് കളർവെറ്റിയിൽ അഞ്ജനം ചാലിച്ച് തേച്ചു. മാധവൻ വിരളുന്നത്, തളരുന്നത്, സർവോപരി പരാജിതനാകുന്നത് നേരിട്ട് കാണണം. ഇന്നത് സാധിക്കും. തുടക്കത്തിലെ അയാളെ പിന്തിരിപ്പിച്ചാലേ തന്റെ പ്രവർത്തനങ്ങൾക്കൊരു ശൂരത്വമുണ്ടാകൂ. സുഗമമായി ചരിക്കാനും അപ്പോഴേ കഴിയൂ. ഇന്ന് രാത്രി മുതൽ ബ്രഹ്മരക്ഷസിനെ തളയ്ക്കാനുള്ള മന്ത്രിക കർമ്മങ്ങളിലേക്ക് ജാഗരൂകമാകണം. ഏറിയാൽ ഒരാഴ്ച, അത്രയേ വേണ്ടൂ. കുഞ്ഞനച്ഛന് മോചനം നൽകാം. അക്കാര്യത്തിൽ രുദ്രൻ നമ്പൂതിരിക്ക് സംശയമേയില്ല. ഇതിലും വലിയ ശക്തി ദുർഗകളെ നിഷ്കരണം തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പ്രായേണ പ്രയാസമില്ലാത്ത ഒരു ശക്തിയാണിത്. മറ്റു ബ്രഹ്മരക്ഷസുകളെപ്പോലെ എതിർപ്പോൾ കാണാനില്ല. അത് തന്നെ നല്ല ലക്ഷണമാണ്. രുദ്രന്റെ കണ്ണുകൾ മഷിവെറ്റിലയിൽ കേന്ദ്രീകരിച്ചു. വെന്നിമല അടിവാരത്തിലെ തടാകക്കരയിൽ കാമേശ്വരി മൂർത്തി എത്തിയിരിക്കുന്നു. സർവാംഗസുന്ദരിയായ ഒരു നാടൻ തരുണിയുടെ രൂപമാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. അംഗപ്രത്യംഗം സൗന്ദര്യോധരണി. ഗുഹാമുഖം വിട്ട് മാധവൻ നമ്പൂതിരി പുറത്തേക്കിറങ്ങി. കുളിയും തേവാരവും നടത്താൻ പതിവായി പോകാൻ നിശ്ചയിച്ച് തടാകത്തിലേക്ക് തന്നെ നീങ്ങാൻ അയാൾ തീർച്ചയായിരിക്കുന്നത്. പ്രപഞ്ചം പ്രകാശമാനമാകാൻ ഇനിയും സമയമെടുക്കും. പ്രാച്ചിയുടെ കപോലങ്ങളിൽ പുലരിത്തൊടുപ്പ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടില്ല. മാധവൻ നമ്പൂതിരി തടാകക്കരയിലെത്തി. പൊടുന്നനെ അയാൾ നിന്നു. തടാകത്തിലെ ജലമിളക്കുന്ന ശബ്ദം കേൾക്കുന്നല്ലോ. ആരാണ് ഈ നേരത്ത്? അതോ തോന്നലോ? സംശയിച്ച് ഏതാനും ചുവടുകൾ കൂടി മുന്നോട്ട് വെച്ചു. തടാകത്തിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. വല്ലാത്തൊരു ചളിപ്പോടെ അതേപോലെ മാധവൻ മുഖം തിരിച്ചു. തടാകത്തിൽ ഒരു നഗ്നസുന്ദരി. അങ്കനമാരുടെ അംഗപ്രത്യംഗ സൗന്ദര്യത്തിൽ മനസ്സ് കുടുങ്ങിപ്പോകാത്ത അനങ്കനുണ്ടോ? മഹാമുനിയായിരുന്ന പരാശരം പോലും വെറുമൊരു മുക്കുവ പെണ്ണിന്റെ ദർശനമാത്രയിൽ അടിമുടി തളർന്നു പരിവശനായിപ്പോയില്ലേ? ഒരു ബ്രഹ്മർഷി തുല്യനായ മഹർഷി പെണ്ണിന്റെ മുന്നിൽ തളർന്നുവെന്ന് പറയുമ്പോൾ കേവലം ഒരു ചെറുപ്പക്കാരന്റെ കാര്യം പറയാനുണ്ടോ? ചെറുപ്പമെന്ന് വെച്ചാൽ എന്തൊരു നല്ല പ്രായം! ഏതു ബ്രഹ്മചാരിയെയും നിലംപരിശാക്കാൻ പോന്ന സുന്ദരിയാണ് നഗ്നയായി ഒറ്റയ്ക്ക് മങ്ങിയിരുട്ടിൽ മുന്നിൽ. ഇത്തരമൊരവസരം സൃഷ്ടിക്കണമെന്ന് താനും കരുതിയുള്ളൂ. രുദ്രൻ നമ്പൂതിരി രസത്തോടെ പുഞ്ചിരിച്ചു. നിലവിളക്കുകളിലെ തിരി നീട്ടിവെച്ച് മഷുവീറ്റിയിൽ തന്നെ അതേ മുറ്റിനോക്കിയിരുന്നു. ശത്രുവിന്റെ പതനത്തേക്കാൾ അത് നടക്കാൻ പോകുന്ന സാഹചര്യവും ദർശനസുഖം നൽകുന്നതാണല്ലോ. ഇതാ അവന്റെ പതന മുഹൂർത്തം അടുക്കുന്നു. മാധവനെ ആകർഷിക്കാൻ പോകുന്നതിനുമപ്പുറം കഴിവുള്ള മൂർത്തിയാണവൾ. വടിവൊത്ത ആ ചന്ദ്രനിർമ്മാർന്ന ശരീരവും പോർമുലകളും കണ്ടാൽ തന്നെ വൃദ്ധന്മാർ പോലും തളർന്നു പോവില്ലേ? പിന്നെയാണോ വെറും ഒരു ചെറുപ്പക്കാരനായ മാധവൻ? മാധവന്റെ സാന്നിധ്യം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ അത് ഭാവിക്കാതെ കുളപ്പടിയിലേക്ക് ഒരു കാല് കയറ്റിവെച്ച് തേക്കുന്ന മട്ടിലവൾ നിന്നു. മാധവന്റെ ചങ്കിടിപ്പിന് ദ്രുതവേഗതയായി. കാലിന്റെ പെരുവിരലിൽ നിന്നൊരു തരുപ്പ് ഉച്ചയോളം കയറി. പക്ഷേ പ്രലോഭനങ്ങൾക്ക് തെല്ലും വശങ്കതനാകാൻ അയാളുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. ഈ നേരത്ത് അപ്സരസുന്ദരിയെപ്പോലൊരുവൾ ഈ വിജനതയിൽ വന്ന് കുളിക്കണമെങ്കിൽ അവൾ ചില്ലറക്കാരിയായിരിക്കില്ലല്ലോ. ഒന്നുകിൽ തികഞ്ഞ അഭിസാരിക, അല്ലെങ്കിൽ അതെ,
പൊടുന്നനെ മാധവൻ ഓർമ്മ വന്നത് ഗുഹാമുഖത്തും പിന്നീട് ഗുഹയ്ക്കുള്ളിലും കണ്ട നിഴലിനെക്കുറിച്ചാണ്. രുദ്രൻ നമ്പൂതിരിയുടെ ഏതോ ക്ഷുദ്രവിദ്യയുടെ ഫലമല്ലേ തന്റെ മുന്നിലെ ഈ സ്ത്രീരൂപം? കരുതി വേണം ഓരോ നീക്കവുമെന്ന് അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാരോ മന്ത്രിച്ചു. തെല്ലും പതറാതെ മാധവൻ അവളെ ശ്രദ്ധിച്ചു. മുല്ലപ്പൂവിന്റെ ഗന്ധം ഈ പരിസരങ്ങളിലാകെ പ്രസരിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ. ഇത് വസന്തകാലമല്ല. കാലം തെറ്റി പൂക്കാൻ കാടുണ്ടെങ്കിലും അടുത്തെങ്ങും മുല്ലകളില്ല. അത് മാന്ത്രികന്റെ ബുദ്ധിയിലേക്കൊരു സംശയത്തിന്റെ വെളിച്ചം പകർന്നു. ഇറങ്ങുന്നില്ലേ തിരുമേനി? ഇറങ്ങി വരൂ. സംശയിക്കേണ്ട, ഈ നേരത്താരും ഇവിടേക്ക് വരില്ല. സുന്ദരി വശ്യമായി മധുരമായി ക്ഷണിക്കുന്നു. മുത്തുകൾ ചൊരിയും പോലെ ചിരിക്കുന്നു. ആകർഷണീയമായ നോട്ടത്തോടെ പ്രലോഭിപ്പിക്കുന്നു. മാധവൻ കുറച്ചുകൂടി മുന്നിലേക്ക് നീങ്ങി നിന്നു. ഇപ്പോഴയാൾ കുളക്കരയിലാണ്. തൊട്ടുമുന്നിൽ താഴെപ്പടിയിൽ അവൾ. വരൂന്ന് ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചാണ് ഈ നേരത്തെ ഇവിടെ വന്നത്. ഞാൻ ഈ നേരത്തെ ഇവിടെ വരുമെന്ന് നിന്നോടാര് പറഞ്ഞു? മാധവൻ ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ ചോദിച്ചു. അതെനിക്കറിയാമായിരുന്നു. അതെനിക്കറിയാമെന്ന് പറയൂ. നിനക്കറിയാമെന്ന് എനിക്കും അറിയാം. പക്ഷേ നിനക്കാളെ തെറ്റിപ്പോയി. ബ്രഹ്മചാരിയാകാൻ വ്രതമെടുത്ത എനിക്ക് നിന്റെ ഈ ശരീരം കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. ക്ഷേത്രത്തിലെ പ്രതിമ കാണുന്ന ഭംഗി പോലുമില്ല. സുന്ദരിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ആ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ആ ഭാവമാറ്റം കരുതി നിന്ന മാധവൻ നമ്പൂതിരി വിജാതിക്ഷേത്രം നോക്കി തൊഴുതു. ആ മനസ്സിൽ വിഷ്ണുമന്ത്രം ഒരു മലരായി വിരിയുകയുണ്ടായി. ഹൃദയക്ഷേത്രത്തിൽ വിഷ്ണു അങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ ക്ഷുദ്രശക്തികൾക്കെങ്ങനെ ആ ഹൃദയത്തിന്റെ ഉടമയെ സ്പർശിക്കാൻ കഴിയും? അവൾ ക്രൂരമായൊരട്ടഹാസത്തോടെ കുളപ്പടികൾ ഒന്നൊന്നായി കയറാൻ തുടങ്ങുകയാണ്. നിമിഷത്തിനുള്ളിൽ ആ ചന്ദ്രനിറം മങ്ങിയിരിക്കുന്നു. മുല്ലമൊട്ടുകൾ പോലെയുള്ള ദന്തനിരകൾക്കരികിൽ നിന്ന് 2 ദംഷ്ട്രകൾ പുറത്തേക്കിറങ്ങി വന്നിരിക്കുന്നു. ആ രൂപം ഭീകരമാവുകയാണ്. മാധവൻ നമ്പൂതിരി പുഞ്ചിരിയോടെ നിന്നു. തെല്ലും പതറിച്ചു തോന്നിയില്ല. എന്നെ ഉപദ്രവിക്കാൻ കഴിവുണ്ടെങ്കിൽ ആയിക്കോളൂ. പക്ഷേ അതെന്നെയായിരിക്കില്ല. മഹാവിഷ്ണുവിനെതിരെ അത് ചെയ്യാൻ കെൽപ്പുണ്ടെങ്കിൽ ചെയ്താലും. മാധവൻ നമ്പൂതിരി തൊഴു കൈയുമായി നിൽക്കുകയാണ്. അയാൾക്ക് മുന്നിൽ 10 അടി അകലെയായി യഥാർത്ഥ രൂപം കൈക്കൊണ്ട രുദ്രന്റെ ദുർദേവത നിലകൊണ്ടു. അവിടെ നിന്നൊരു ചുവട് കൂടി അയാൾക്കരികിലേക്ക് ചലിപ്പിക്കാൻ ആ ദുർവൃത്തയ്ക്ക് കഴിയുമായിരുന്നില്ല. മാധവന്റെ മനസ്സിൽ മറ്റൊരു മന്ത്രത്തിന്റെ ധ്യാനശ്ലോകം ഉറവെടുക്കുകയായിരുന്നു. അപ്പോൾ കണ്ണടച്ച് നിന്ന് ധ്യാനിച്ചു. മുന്നിൽ ഭീതിതമായൊരു അട്ടഹാസം കേട്ടു. പക്ഷേ ആ അട്ടഹാസത്തിന്റെ അലകൾ ആ ക്ഷണം തന്നെ അകലുകയും ചെയ്തു. മാധവൻ കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ ദുസ്വപ്നമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം കൂടി ധ്യാനിച്ചിട്ട് അയാൾ കുളപ്പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. രുദ്രൻ നമ്പൂതിരി മുഖമടച്ച് അറിയാതെ ഒരു അടിയേറ്റതുപോലെ തരിച്ചിരുന്നു. മുന്നിലെ വെറ്റിലയിൽ അയാൾ തുറിച്ചു നോക്കി. മാധവൻ നിർഭയനായി കുളത്തിലിറങ്ങി കുളിക്കുന്നു. തന്റെ മൂർത്തിയെ അവൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇത് അത്ഭുതമായിരിക്കുന്നുവല്ലോ. അതുവരെ തോന്നാത്തൊരു ഭയപ്പാട് അറിയാതെ മനസ്സിൽ ഉറവെടുത്തു. അവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു തോന്നലിന് ശക്തി കൂടി. താൻ ഉദ്ദേശിച്ചതിലധികം മിടുക്കനാണല്ലോ മാധവൻ. ഇത്രയുമൊക്കെ അവൻ പഠിച്ചുവെന്നോ? രുദ്രൻ നമ്പൂതിരി ചിന്താമഗ്നനായി ഏതാനും നിമിഷമിരുന്നു. മാധവന്റെ വിജയത്തെക്കാൾ അതിനു കാരണക്കാരൻ താനാണെന്ന് അവൻ മനസ്സിലാക്കി കാണുമല്ലോ എന്ന ശങ്കയാണേറെ. അങ്ങനെയെങ്കിൽ അവന്റെ മുന്നിൽ താൻ പരാജയപ്പെട്ടിരിക്കുന്നു. അത് ശരിയാവില്ലല്ലോ. രുദ്രൻ നമ്പൂതിരി തോൽക്കുകയോ? തനിക്ക് വിജയിക്കാനും തന്നെ ആശ്രയിക്കുന്നവരെ വിജയിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധനാണ് താൻ. അതിനു പകരം ഒരു ചെറുപ്പക്കാരനോട് തോൽക്കേണ്ടി വരികയെന്ന് വെച്ചാൽ പിന്നെ ഈ പ്രവൃത്തി തുടരുന്നതിൽ അർത്ഥമില്ല. മാധവനെ വെന്നിമലയിൽ നിന്ന് ഓടിച്ചേ പറ്റൂ. രുദ്രന്റെ മനസ്സിലും രൗദ്രത വളർന്നു. ഇപ്പോഴവൻ കുളത്തിലാണല്ലോ. കുളി കഴിഞ്ഞുടൻ കയറട്ടെ. പക്ഷെ അവൻ വീണ്ടും ആ ഗുഹയിൽ എത്തിപ്പെടരുത്. അതിനെന്തുണ്ട് മാർഗം? മാർഗമേയുള്ളല്ലോ. മനസ്സുള്ളവർക്ക് മാർഗത്തിനാണോ പ്രയാസം? അതും രുദ്രനെപ്പോലൊരു മാന്ത്രികന്. പിന്നെ ദ്രുതഗതിയിലാണ് നീന്തിയത്. നിലവിളക്കുകളിലെ തിരികൾ നീട്ടി. ഒപ്പമുണ്ടായിരുന്ന 2 വിളക്കുകൾ കൂടി കൊളുത്തി. പൂജാ സാമഗ്രികൾ അതിദ്രുതം മുന്നിൽ നിരത്തി. ക്രൂരമായ ഒരു തീരുമാനം ഭരിച്ച ആഹ്ലാദത്തോടെ രുദ്രനേതോ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അതിന്റെ പരിണിതഫലം ഭയങ്കരമായിരുന്നു. ചാത്തൻ സേവ കൂടി വശമായിരുന്ന രുദ്രൻ നമ്പൂതിരിക്ക് പെട്ടെന്നാണത് തോന്നിയതും ചെയ്തതും. ഒരു ചാത്തമൂർത്തിയെ കുളക്കരയിലേക്ക് പറഞ്ഞയച്ചു. മാധവൻ നമ്പൂതിരി തോർത്തി കയറുകയായിരുന്നു അപ്പോൾ. കുളക്കരയിൽ നിന്ന് തെല്ലുമാറി ഗുഹയിലേക്കുള്ള ഒറ്റയടി പാതയ്ക്കരികിലെ കാട്ടുപൊന്തകൾക്കിടയിൽ ഒരു കാട്ടുപോത്തിന്റെ രൂപപരിണാമവുമായി രുദ്രന്റെ മൂർത്തി മാധവനെ പരീക്ഷിച്ചു നിൽപ്പായി. ഇത്തവണ മാധവന് രക്ഷപ്പെടാൻ കഴിയില്ല.
അപ്രതീക്ഷിതമായിരിക്കും കാട്ടുപോത്തിന്റെ വെട്ടേൽക്കുക. വീണിടത്ത് നിന്ന് ചോര തർദിച്ച് ഒരന്ത്യം. രുദ്രന്റെ ചുണ്ടിലെ ഒരു പാതിയിൽ പരിഹാസിച്ചിട്ട് വിരിഞ്ഞു. മഷിവേറ്റിലെ ദൃശ്യം കാണാൻ തയ്യാറായി അയാൾ അക്ഷമയോടെ ഇരുന്നു. മാധവൻ നമ്പൂതിരി തോർത്തിക്കയറി. ജലതർപ്പണം ചെയ്ത് കയറിയ പാടെ വിജയാദ്രിനാഥനെ മനസ്സിലോർത്തു. തനിക്കെതിരെ മൂർത്തിയെ അയച്ചത് രുദ്രൻ നമ്പൂതിരിയാണെന്ന കാര്യത്തിൽ മാധവന് യാതൊരു സംശയവുമില്ല. തന്റെ ലക്ഷ്യമെന്താണെന്ന് അദ്ദേഹം തീർച്ചയായും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തനിക്കെതിരെ എതിർപ്പിന്റെ ആവശ്യമുണ്ടാവില്ലല്ലോ. ഏതായാലും താൻ കൂടുതൽ കരുതിയിരിക്കണമെന്നുറപ്പായി. ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഭംഗിയായി കലാശിക്കണമെങ്കിൽ രുദ്രന്റെ എതിർപ്പാണ് ഒഴിവാക്കേണ്ടത്. അതിനെ തടസ്സപ്പെടുത്തുകയും അമ്മാവന്റെ ആത്മാവിനെ നിലനിർത്തുകയും ഏകകാലത്ത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കണ്ടുപിടിച്ചിരിക്കുന്ന താവളം ഒഴിയേണ്ടി വരുമോ? അതുകൊണ്ടൊന്നുമായില്ലല്ലോ. താൻ എവിടെ പോയാലും രുദ്രന് അതറിയാൻ കഴിയും. ശ്രീകോവിലിനുള്ളിൽ കടന്നാലും ദുർമാന്ത്രികന്റെ മിഴികൾ അവിടെയും തന്നെ തിരിഞ്ഞെത്തും. താവളം മാറുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. താവളത്തിലേക്ക് അയാളുടെ ദൃഷ്ടി എത്താതിരിക്കാൻ വേണ്ടത് ചെയ്യുകയാണ് അഭികാമ്യം. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം പഠനവും പൂർത്തീകരിക്കണം. പഠിക്കുന്നത് അപ്പോൾ പ്രയോഗിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ എതിർപ്പുണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേയില്ല. ആ തീരുമാനം ഒന്നുകൂടി മനസ്സിലുറപ്പിച്ച് മാധവൻ നമ്പൂതിരി നടക്കാൻ തുടങ്ങി. ഗുഹയിലേക്കുള്ള ഒറ്റയടി പാതയിലൂടെ അതിദ്രുതമുള്ള യാത്ര. ഇപ്പോൾ തന്നെ പ്രഭാത പൂജയ്ക്കുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഏതോ ഒരു യക്ഷിണി കാരണം സംഭവിച്ച കുഴപ്പം. കുട്ടിക്കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കാട്ടുപോത്തിന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. മാധവൻ നമ്പൂതിരി ആ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആപത്ശങ്കയെ ഇല്ലാത്ത മട്ടിലാണ് അയാളുടെ നടത്തം. ഇനി രുദ്രന്റെ മൂർത്തിയും മാധവനും തമ്മിൽ 10 അടി അകലം മാത്രം. 2-4 ചൂടുകൾ മുന്നോട്ട് വെച്ചുവെന്നത് നേരാണ്. പക്ഷെ പൊടുന്നനെ ആരോ തടഞ്ഞു നിർത്തിയാലെന്നോ വണ്ണം മാധവൻ നമ്പൂതിരി നിന്നു. സൂക്ഷിക്കൂ, നിന്റെ മുന്നിൽ അപകടം പതിയിരിക്കുന്നു മാധവ. നിനക്കിനിയും സൂക്ഷ്മ നിരീക്ഷണം പോരാ. ശ്രദ്ധിക്കൂ, ആലോചിച്ച് പ്രവർത്തിക്കൂ. നിന്നെ തകർക്കാൻ രുദ്രന്റെ മൂർത്തി ഇരുട്ടിൽ പതിയിരിക്കുന്നു. ആരോ ചെവികളിൽ വന്ന് മന്ത്രിച്ചതുപോലെ മാധവന് തോന്നി. ആ ശബ്ദത്തിന്റെ ഉടമയെ ഒരു നിമിഷാർദ്ധത്തെ തെരച്ചിൽ പോലും വേണ്ടാതെ തന്നെ മാധവൻ തിരിച്ചറിയുകയും ചെയ്തു. അമ്മാവൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി. അമ്മാവന്റെ അദൃശ്യ ദൃഷ്ടികൾ തന്നെ സദാ പിന്തുടരുന്നുവെന്ന ഓർമ്മ മാധവൻ ആശ്വാസമേകി. എന്നാലും ആ മുന്നറിയിപ്പിന്റെ പൊരുൾ അയാൾക്ക് എത്രയായിട്ടും മനസ്സിലായില്ല. തന്റെ മുന്നിൽ അപകടം പതിയിരിക്കുന്നുണ്ടത്രേ. അത് തീർച്ചയാണല്ലോ. അല്ലെങ്കിൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ മോഹിപ്പിക്കാൻ നഗ്നസുന്ദരിയായി ഏതോ ദുർദേവത കാത്തു നിൽക്കുമായിരുന്നോ? ഏതായാലും താൻ കൂടുതൽ ജാഗരൂകനാകേണ്ടിയിരിക്കുന്നു. ഒന്ന് നിന്ന് ആലോചിച്ചു. മാധവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നാണതുണ്ടായത്. ആരോ പിന്നിലേക്ക് പിടിച്ചു നിർത്തിയതുപോലെ മാധവന്റെ മുന്നോട്ടുള്ള ഗമനത്തിനൊരു വിസ്മയകരമായ തടസ്സം. മാധവ, ഇനിയും നീ മുന്നോട്ട് നീങ്ങരുത്. ഇതാ നിന്റെ തൊട്ടു മുന്നിൽ രുദ്രനയച്ച ദുർമൂർത്തി ഒടിവേഷവുമായി കാത്തു നിൽക്കുന്നു. അറിയാതെ ചെന്ന് അബദ്ധത്തിൽ ചാടാതിരിക്കുക. അനന്തരമൊന്നു ചെയ്യണ്ടു എന്ന് നിനക്കറിയാം. ചെയ്യൂ. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മപ്പെടുത്തൽ പോലെ മാധവന് തോന്നി. കാട്ടുപോത്തും മാധവൻ നമ്പൂതിരിയും തമ്മിലുള്ള അകലം 7 അടിയിലേറെ ബാക്കിയില്ല. മാധവന്റെ കണ്ണുകൾ നോക്കത്താ ദൂരത്തോളം പരതി. അടുത്തുനിന്ന് വൃക്ഷശിഖരങ്ങളിൽ മിഴികളെത്തി. രുദ്രന്റെ ഒടിപ്രയോഗം ഏതു രൂപത്തിലാണ് ആക്രമിക്കാനൊരുങ്ങുകയെന്ന് ഒരു പിടിയുമില്ല. നായയായോ നരിയായോ പക്ഷിയായോ പാമ്പായോ കാട്ടുപൂച്ചയായോ പെരിച്ചാഴിയായോ ഒക്കെ ഒടിമൂർത്തുകൾ കാത്തുനിൽക്കും. മരച്ചില്ലകളിൽ നിന്നത് വല്ലതും മുകളിലേക്ക് ചാടി വീഴുമോ എന്നേ മാധവൻ ഭയന്നുള്ളൂ. മാധവൻ തെല്ലകലെ സംശയിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കാട്ടുപോത്തിനൊരു സംശയം തോന്നിയിരിക്കാം. അയാൾ വഴിവിട്ടു പോകാൻ തുടങ്ങുകയാണെന്ന്. അറിയാതെ ചെറിയൊരു മുക്കുറ ഉയർന്നു പോയി. ഒന്നിളകി നിൽക്കുകയും ചെയ്തു. അത്ര പോലും വേണ്ടിയിരുന്നില്ല മാധവൻ നമ്പൂതിരിക്ക് അപകടം തിരിച്ചറിയാൻ. അറിഞ്ഞു, കണ്ടു, നെഞ്ചൊന്ന് പിടയ്ക്കുകയും ചെയ്തു. 2 ചുവടുകൾ കൂടി മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ വെട്ടേറ്റേനെ. ഉള്ളിലെ പതറിച്ച പുറത്ത് കാട്ടിയില്ല. വളരെ മേലെ 3 ചുവട് പിന്നിലേക്ക് വെച്ച് അമ്മാവനെ മനസ്സിലോർത്തു. ഒപ്പം മനസ്സിലെ മന്ത്രമലരുകൾ വിരിയുകയും ചെയ്തു. കേവല മാത്രമകളെ വേണ്ടി വന്നുള്ളൂ. തൊട്ടടുത്ത ചെടിയിൽ നിന്ന് 2 ഇലയും തണ്ടും നുള്ളിയെടുത്തു. ആ തളിര് നെഞ്ചോട് ചേർത്ത് ധ്യാനിച്ച് മുന്നിലേക്കെറിഞ്ഞു. ആ നിമിഷം ഒരു വ്യാഘ്രത്തിന്റെ വന്യമായ ആക്രോശം കൊണ്ട് വെന്നിമലയുടെ താഴ്വാരം മുഖരിതമായി. മാധവൻ നമ്പൂതിരിയുടെ തൊട്ടുമുന്നിൽ നിന്നൊരു കടുവ പിടിഞ്ഞെണീക്കുന്നു. ആ ജന്തു നിലത്തുനിന്ന് ഉയർന്നു.
ചാടുന്നതൊരു നിഴല് പോലെയേ കണ്ടുള്ളൂ. കുട്ടിക്കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കാട്ടുപോത്തിന്റെ അലർച്ചയും ഒപ്പമുണ്ടായി. കുട്ടിക്കാട്ടിലെ ചെടികൾ ഞെരിഞ്ഞൊടിഞ്ഞു. വ്യാഘ്രമൂർത്തിയുടെ കൈനഖങ്ങൾ കാട്ടുപോത്തിന്റെ നെഞ്ചിക്കൂടിന് കൊളുത്തി വലിക്കുന്നതും ഒരു മിന്നായം പോലെ മാധവൻ കണ്ടു. ഇരു ജന്തുക്കളുടെയും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന അലർച്ചകൾ നടുക്കമായി ഉയരുന്നു. വെന്നിമലയും താഴ്വാരങ്ങളും വിറങ്ങലിച്ചു നിന്നു. എല്ലാം കൂടി ചുരുങ്ങിയതൊരു 5 നിമിഷമേ വേണ്ടി വന്നുള്ളൂ. താൽക്കാലിക നടുക്കത്തിൽ നിന്നുണർന്ന മാധവൻ നമ്പൂതിരി തൊട്ടു മുന്നിൽ നിതാന്തമായ നിശബ്ദത കണ്ടു. ഇരുമൂർത്തികളുടെയും സാന്നിധ്യം അപ്രത്യക്ഷമായിരിക്കുന്നു. മാധവൻ തിരുമേനി പിന്നെയും ഉപാസനാമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചു തൊഴുതു. പ്രഭാതപൂജയ്ക്കുള്ള ശംഖനാദം വെന്നിമല ക്ഷേത്രത്തിൽ നിന്ന് ഉയരുന്നു. മാധവൻ ഗുഹയിലേക്ക് ചുവടുവെച്ചു. രുദ്രൻ നമ്പൂതിരിപ്പാട് നെറ്റിയിൽ അടിച്ചുകൊണ്ട് പിന്നോക്കം മലച്ചിരുന്നു. ആ നെറ്റിയിൽ വിയർപ്പ് കിനിയാനും തുടങ്ങിയിരിക്കുന്നു. 2ാം വട്ടവും തനിക്കാണ് പരാജയം. ഒന്നും അറിയാത്ത ഈ പീക്കിരിച്ചേക്കന്റെ മുന്നിലാണ് തോറ്റിരിക്കുന്നത്. ഇതുപോലെ അപമാനം വേറെയുണ്ടാകാനിടയില്ല. വിളിച്ചാൽ വിളുപ്പുറത്തെത്തുവാൻ മാത്രം മാധവൻ മൂർത്തികളെ സ്വാധീനിച്ചു കഴിഞ്ഞുവോ? അത് അപകടമാണല്ലോ. അവനെ പരാജയപ്പെടുത്താതെ കുഞ്ഞനാച്ചന്റെ ബ്രഹ്മരക്ഷസിനെ ബന്ധിക്കാൻ പറ്റുകയേയില്ല. ഇനി എന്താണൊരു ഉപായം? വരട്ടെ, കണ്ടുപിടിക്കാം. ഇനി ഇപ്പോൾ തന്നെ ഒരു കർമ്മവും കൂടി ചെയ്യാനുള്ള സമയം കടന്നിരിക്കുന്നു. സ്വന്തം പൂജകളുടെ സമയവുമായി അത് കഴിയട്ടെ. വഴിയെ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ അവനെതിരെ പുതിയ ഉപരോധങ്ങൾ കണ്ടെത്തണം. രുദ്രൻ നമ്പൂതിരി നിലവിളക്കണച്ചു. പിന്നെയും ചിന്താബന്ധുരമായിരുന്ന രുദ്രന്റെ മുന്നിലേക്ക് കുഞ്ഞനാച്ചൻ കയറി വന്നു. നന്നേ പുലർച്ചയ്ക്ക് തന്നെ ബ്രഹ്മരക്ഷസിനെ പിടിക്കാൻ മാന്ത്രികൻ പ്രയോഗം തുടങ്ങിയെന്നേ ആ മനുഷ്യൻ കരുതിയുള്ളൂ. കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കിയിട്ടുണ്ട്. കുഞ്ഞനാച്ചൻ ബഹുമാനത്തോടെ മാന്ത്രികന്റെ മുന്നിൽ നിന്നു. ആവാം, ഇനി കുളിദേവാരങ്ങൾ കഴിഞ്ഞാവാം പൂജ. രുദ്രൻ നമ്പൂതിരി എണീറ്റു. ആ മുഖം പ്രസന്നമല്ലെന്ന് കുഞ്ഞനാച്ചൻ അറിഞ്ഞു. അയാൾക്ക് ഭയമാണ് തോന്നുന്നത്. കാര്യം നടക്കാതിരിക്കുന്നതിലുള്ള പ്രയാസമാണോ മാന്ത്രികന്റെ മുഖത്ത്? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാനൊരു ഭയം. പുറത്തേക്കിറങ്ങിയ രുദ്രന്റെ പിന്നാലെ കുഞ്ഞനാച്ചൻ കുളിപ്പുരയോളം ചെന്നു. എന്തോ കഠിനമായ ആലോചനയിലാണെന്നോണം തിരുമേനി നടക്കുകയായിരുന്നതുകൊണ്ട് കുഞ്ഞനാച്ചനൊപ്പം വന്നത് അറിഞ്ഞതേയില്ലെന്ന് തോന്നുന്നു. ഏതായാലും ദിവസത്തിന്റെ 3/4 പങ്കും രുദ്രൻ പൂജാമുറിയിൽ തന്നെയാണല്ലോ. ബ്രഹ്മരക്ഷസിനെ ബന്ധിക്കാൻ എത്ര എളുപ്പമല്ലെന്ന് പറയുകയും ചെയ്തു. എന്നാലും സാധിക്കാമെന്നാണ് വാക്ക്. തനിക്ക് ആ വാക്ക് വിശ്വസിക്കുകയേ മാർഗമുള്ളൂ. കുളിമുറിയിലേക്ക് കയറും മുമ്പ് നമ്പൂതിരിപ്പാട് തിരിഞ്ഞു നിന്നു. ആ കുഞ്ഞനാച്ച, ഞാൻ ഇന്നലെ തന്ന ആ ചാർത്തനുസരിച്ചുള്ള സാധനങ്ങൾ നേരത്തെ എത്തിച്ചോളൂ. വൈകുന്നേരം മതിയെന്നല്ലേ പറഞ്ഞത്? അത് പോരാ, രാവിലെ തന്നെ ആയിക്കോട്ടെ. എനിക്കുടനെ ചിലത് കൂടി ചെയ്യാനുണ്ട്. ആ സംസാരത്തിലെ തിരക്ക് കുഞ്ഞനാച്ചനിൽ വിവിധ ഭാവങ്ങൾ ഉണർത്തി. അതിലെ മുഖ്യഭാവം ഭയം തന്നെ. ഉടനെ എത്തിക്കാം. പാപ്പച്ചൻ ഇപ്പോൾ തന്നെ പറഞ്ഞയക്കുകയാണ്. കുഞ്ഞനാച്ചൻ വീട്ടിലേക്കോടി. എത്ര പൂജിച്ചാലും ഹോമിച്ചാലും വിജയം അകലെ തന്നെയാണെന്ന് രുദ്രനൊരു തോന്നലുണ്ടായി. ബ്രഹ്മരക്ഷസിനെ ബന്ധിക്കുന്നതല്ല പ്രശ്നം. അതിനെതിരെയുള്ള മാധവന്റെ നീക്കമാണ് മുഖ്യ പ്രശ്നം. അത് കുഞ്ഞനാച്ചനോട് സൂചിപ്പിച്ചതേയുള്ളൂ. വിശദമായി പറഞ്ഞിട്ടില്ല. പറയണം. അതാണ് കൂടുതൽ നന്ന്. അല്ലെങ്കിൽ അയാൾക്ക് തന്നിൽ സംശയം തോന്നാം. ഏതായാലും 1-2 മാർഗങ്ങൾ കൂടി നോക്കിയിട്ടാവാം ബാക്കി കാര്യം. മാധവൻ നമ്പൂതിരി തിരക്കിട്ട് നടക്കുകയായിരുന്നു. 2 അപകടങ്ങളാണ് ഒരു നാഴികയ്ക്കുള്ളിൽ തന്നെ അപായപ്പെടുത്താൻ എത്തിയത്. 2ഉം രുദ്രന്റെ പ്രയോഗങ്ങൾ തന്നെ. ഇനിയും അടുത്തേത് നിമിഷത്തിലും വീണ്ടും അതുണ്ടാകാം. തന്റെ നിമിഷങ്ങൾക്ക് മുന്നിൽ കൂടുതൽ ജാഗ്രതകൾ വേണ്ടിയിരിക്കുന്നു. മാധവൻ അത് തന്നെ ചിന്തിച്ചാണ് ഗുഹാമുഖത്തേക്ക് നടന്നത്. മാന്ത്രിക പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ ഇനിയും ബാക്കിയാണ്. രാപ്പകൽ അധ്വാനിച്ചാൽ ഒരാഴ്ചക്കാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാം. ആ ഒരാഴ്ച സ്വസ്ഥമായി ലഭിക്കുകയില്ലെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു നിമിഷം പോലും ജാഗ്രത സ്വകാര്യത്തിലേക്ക് വ്യാപരിക്കാനാവില്ലാത്ത അവസ്ഥ. ഏത് രൂപത്തിൽ ഏതെല്ലാം നേരത്താണ് രുദ്രന്റെ മൂർത്തികൾ തന്നെ കൊടുക്കാനെത്തുകയെന്ന് ഒരു രൂപവുമില്ല. ആലോചിച്ചാലോചിച്ച് ഗുഹാമുഖത്തോളം എത്തിയത് മാധവൻ അറിഞ്ഞില്ല. മുഖമുയർത്തി ഗുഹയ്ക്ക് നേരെ നോക്കിയ നിമിഷം തന്നെ അയാളുടെ കാലുകൾ നിശ്ചലമായി സ്തംഭിച്ചു നിൽക്കുകയാണുണ്ടായത്. ഗുഹയ്ക്ക് മുന്നിൽ ഒരു വൃദ്ധൻ നിൽക്കുന്നു. തന്നെ പ്രതീക്ഷിച്ചെന്നോണമാണ് നിൽപ്പ്. അതുവരെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവന്ന ധൈര്യമെല്ലാം ചോർന്നു പോകും പോലെ മാധവന് തോന്നി. ഇതും രുദ്രൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു മൂർത്തിയാണോ? ഇനിയത്തെ ചുവടുവയ്പ്പുകൾ കരുതലോടെ വേണമെന്ന് തീരുമാനിച്ചു. വൃദ്ധൻ മാധവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഉച്ചനേരം രുദ്രൻ നമ്പൂതിരിപ്പാട്
പ്രഭാത പൂജാ കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി ഉദിച്ചിരുന്നു. ഈ പൂജ അനുകൂലമായ എന്തോ ഒന്ന് തിരുമേനിക്ക് നേടിക്കൊടുത്തിരിക്കുന്നു. അതെന്തായിരിക്കും? ആ നേരത്താണ് കുഞ്ഞനാച്ചന്റെ വീട്ടിലേക്ക് ബന്ധുക്കളുടെ ഒരു ചെറിയ സംഘം കടന്നു വന്നത്. കട്ടപ്പനയിലുള്ള ജ്യേഷ്ഠനും ഭാര്യയും മക്കളും. കണ്ടാൽ തന്നെ ഒരു ധിക്കാരിയുടെയോ റൗഡിയുടെയോ ഭാവം തോന്നിപ്പിക്കുന്ന ഒരു പടുകൂറ്റൻ മനുഷ്യനായിരുന്നു കറിയാച്ചൻ. മലനാട്ടിലെ വാസം കൂടുതൽ പരുക്കനാക്കിയതായിരിക്കാം ആ മനുഷ്യനെ. 18ഉം 16ഉം പ്രായമുള്ള 2 പെൺമക്കൾ. മെലിഞ്ഞുണങ്ങിയ ഒരു മധ്യവയസ്കയാണ് ഭാര്യ. കുഞ്ഞനാച്ചനും കുടുംബാംഗങ്ങളും ബന്ധുക്കളെ സ്വീകരിക്കുന്നതിൽ വ്യാപൃതരായി. രുദ്രൻ നമ്പൂതിരിപ്പാട് എല്ലാവരെയും ഒറ്റ നോട്ടം കൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. എന്തേടാ കുഞ്ഞനാ, നിന്നെക്കുറിച്ച് ഏടാണ്ടൊക്കെ കേട്ടല്ലോ. തൊമ്മിയുടെ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ മലമ്പിനി പിടിച്ച് കിടപ്പായിരുന്നു. അന്നു മുതൽ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് കരുതുന്നതാ, ഇപ്പോഴേ പറ്റിയുള്ളൂ. കറിയാച്ചന്റെ കണ്ണുകൾ ചുറ്റിത്തിരിഞ്ഞ് പുതുതായി ഉണ്ടാക്കിയ പൂജാമുറിയുടെ നേരെയും ആ മുറിയിൽ നിൽക്കുന്ന രുദ്രൻ നമ്പൂതിരിപ്പാടിലും ചെന്നുടക്കി നിന്നു. അയാൾ ഏതാടാ? കഥന് പൊട്ടും പോലെയാണ് കറിയാച്ചന്റെ ചോദ്യം. കുഞ്ഞനാച്ചൻ പരുങ്ങലോടെ നിന്നു. ചേട്ടന്റെ ചോദ്യം തിരുമേനിയും കേട്ട് കാണും. അതൊക്കെ പറയാം, ചേട്ടൻ വരൂ. കുഞ്ഞനാച്ചൻ ചേട്ടനെയും കൂട്ടി മുറിയിലേക്ക് കയറി. നടന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ വിവരണം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു മനസ്സിലാക്കി. കേട്ട പാതി കേൾക്കാത്ത പാതി കറിയാച്ചൻ പൊട്ടിത്തെറിച്ചു. നസ്രാണിക്ക് ചേർന്ന പണിയാനോടാ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? ബ്രഹ്മരക്ഷസല്ല, ഏത് കാലിനെയും ഒഴിപ്പിക്കാൻ നിന്റെ ഈ ചേട്ടൻ മതിയടാ. നീ ആ നമ്പൂതിരിയെ അങ്ങ് പറഞ്ഞുവിട്. അതൊക്കെ കുടുംബത്തിന് പറ്റിയ പണിയല്ല. നിന്റെ ഒരു വിവരം, നീ പേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അത് മുറക്കെ തന്നെയാണ് കറിയാച്ചൻ പറഞ്ഞൊപ്പിച്ചത്. എല്ലാം കേട്ടു നിന്നിരുന്ന രുദ്രന്റെ നെറ്റിയിൽ ചുളിവുകളുണ്ടായി. പക്ഷെ കണ്ണുകൾ അപ്പോഴും കറിയാച്ചന്റെ പെൺമക്കളിലായിരുന്നു. തരക്കേടില്ലാത്ത 2 എണ്ണം. മലങ്കാറ്റ് പുഷ്ടിപ്പെടുത്തിയ ഒതുങ്ങിയ ആരോഗ്യമുള്ള ശരീരങ്ങൾ. ആ കൊള്ളാം, തിരുമേനി മനസ്സിൽ മന്ത്രിച്ചു. പിന്നെ ഉള്ളിൽ പുഞ്ചിരിച്ചു. അതീവ ജാഗ്രതയോടെയാണ് മാധവൻ നമ്പൂതിരി ഓരോ ചുവടും വെച്ചത്. 2 നാഴികയ്ക്കുള്ളിൽ 2 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതേയുള്ളൂ. ഇത് 3ാമത്തെ അപകടമല്ലെന്ന് എങ്ങനെ നിശ്ചയിക്കാൻ കഴിയും? രുദ്രൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് വ്യക്തം. തന്റെ പതനമാണ് ലക്ഷ്യം. പക്ഷേ അങ്ങനെ പരാജയപ്പെട്ടോടാൻ വേണ്ടിയല്ലല്ലോ താൻ ഇങ്ങോട്ട് വന്നത്. അമ്മാവന്റെ നിർദ്ദേശമാണ് തന്നെ ഇവിടെ എത്തിച്ചത്. അമ്മാവന്റെ ചൈതന്യമാണ് തന്നെ നയിക്കുന്നത്. അമ്മാവന് വേണ്ടിയാണ് താൻ കർമാനുഷ്ഠാനങ്ങളെ മുഴുകിയിരിക്കുന്നത്. താൻ പരാജിതനാകാൻ അമ്മാവൻ അനുവദിക്കില്ലെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 2 അപകടങ്ങളിൽ നിന്നും തന്നെ മുക്തനാക്കിയ ശക്തി ഏതോ അത് ഇത്തവണയും തന്നെ തുണയ്ക്കുക തന്നെ ചെയ്യും. ഗുഹാമുഖത്ത് നിന്നിരുന്ന വൃദ്ധൻ ബഹുമാനത്തോടെ പരിങ്ങി നിന്നു. മാധവൻ നമ്പൂതിരിയുടെ തീക്ഷ്ണ നയനങ്ങൾ വൃദ്ധനെ വീണ്ടും ആപാദച്ചൂടെ മൊഴിഞ്ഞു. ഞാനിവിടെ അടുത്ത് തന്നെയാണ്. വിജയാദ്രിനാഥന്റെ വാമഭാഗത്താ വീട്. തന്നെ മാധവൻ നമ്പൂതിരി സംശയിക്കുന്നുണ്ടെന്ന് ബോധ്യമായപ്പോൾ ഒരു സ്വയം പരിചയപ്പെടുത്തലിന് വൃദ്ധൻ തയ്യാറായി. അത്രയും ആശ്വാസം. രാമപിഷാരടി എന്ന് പറയും. ക്ഷേത്രത്തിലെ ഭരണസമിതിയിലൊക്കെ ബന്ധപ്പെട്ട് കഴിയുന്നു. ഇന്നലെ രാത്രി വിജയാദ്രിനാഥനാ അങ്ങയുടെ അടുത്ത് വരാൻ എന്നോട് കൽപ്പിച്ചത്. രാമപിഷാരടി ഇരുകൈയും കൂപ്പി മലമുകൾ നോക്കി തൊഴുതു. ഇപ്പോൾ മാധവന് തെല്ല് കൗതുകം. വിജയാദ്രിനാഥൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണത്രേ. നേരിയൊരു പുഞ്ചിരിയുമുണ്ടായി മാധവന്റെ ചുണ്ടുകളിൽ. അസാരം നൊസ്സിന്റെ അസ്കിതയുണ്ടോ വൃദ്ധന്? ഏതായാലും ഒരു ദുർമൂർത്തിയുടെ പ്രച്ഛന്നവേഷമല്ല ഗുഹാമുഖത്ത് നിൽക്കുന്നതെന്ന് ഉറപ്പായി. യഥാർത്ഥ മനുഷ്യൻ തന്നെ. മാധവൻ അയാളുടെ സമീപത്തേക്ക് ചെന്നു. വിജയാദ്രിനാഥൻ എന്തേ പറഞ്ഞയച്ചത്? മുഴുവൻ ബഹുമാനവും നൽകിക്കൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഈ ഗുഹയിൽ മാന്ത്രികൻ താമസിക്കാൻ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ കാലാകാലങ്ങളിൽ ചെയ്തു കൊടുക്കണമെന്നും. എന്തൊരു ചൈതന്യമായിരുന്നോ ഉറക്കത്തിൽ വന്ന് പറയുക. ആ സ്വപ്നത്തിന്റെ കോരിത്തെറിപ്പിൽ വൃദ്ധന്റെ കൈകൾ അറിയാതെ മുകളിതങ്ങളായി. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷം തന്നെയെന്ന് നിരീക്ക. എന്ത് സഹായമാണ് എനിക്ക് ചെയ്തു തരാൻ കഴിയുന്നത്? അങ്ങയുടെ ഭക്ഷണ കാര്യങ്ങൾ ശരിയാക്കാം, പൂജയ്ക്കുള്ളതൊക്കെയും ഒരുക്കാം. ഞാൻ അതുകൂടി പറയാനാ ഇങ്ങോട്ട് വന്നത്. വീടവിടെ തൊട്ടടുത്ത. സമയാസമയങ്ങളിൽ ശാരത്ത് വന്ന് ഭക്ഷണം കഴിച്ചു പോകാം. പാലും പഴങ്ങളും മതിയെങ്കിൽ അതാവാം. എല്ലാം ശുദ്ധമായി തയ്യാറാക്കാം. വൃദ്ധൻ എല്ലാം തീരുമാനിച്ചുറച്ച മട്ടിലാണ് സംസാരിക്കുന്നത്. മാധവനും ഒരു നിമിഷം ചിന്തിച്ചു. നൊസനല്ലെങ്കിൽ പറയുന്നത് നല്ല കാര്യമാണ്. ഇല്ലത്ത് നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ തീരുകയാണ്. ഇത്തരമൊരവസരത്തിൽ തിരിച്ചു ചെന്ന് കൊണ്ടുവരാനും നിവൃത്തിയില്ല. ഒരു ദിവസം വെന്നിമലയിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് വെച്ചാൽ രുദ്രന് വഴിയൊഴിഞ്ഞു കൊടുക്കുക എന്നതാണ് അർത്ഥം. അത് പറ്റില്ല. തിരിച്ച് ഇനി എല്ലാം കഴിയാതെ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാം തീരാൻ നാളുകളേറെ പിടിച്ചേക്കും.
ഇനിയുള്ള ദിവസങ്ങൾ വനത്തിലെ പഴവർഗ്ഗങ്ങളെയും കിഴങ്ങുകളെയും മാത്രം ആശ്രയിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വാഗ്ദാനം. വിജയാദ്രിനാഥൻ തന്നെ ഒരു മാർഗമുണ്ടാക്കി തന്നതാണെന്ന് തീർച്ച. മാധവൻ മനസ്സിൽ ശ്രീരാമദേവന് നന്ദി പറഞ്ഞു. വരൂ, ഇനി അകത്തേക്ക് വരൂ. മുൻപേ ഗുഹയിലേക്ക് കടന്നുകൊണ്ട് മാധവൻ പിഷാരടിയെ ക്ഷണിച്ചു. മടിയോടെ തെല്ലുഭയത്തോടെ വൃദ്ധൻ അനുഗമിച്ചു. ഞാൻ താങ്കളുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങയുടെ സൗമനസ്യത്തിന് ഞാൻ എന്റെ ദൗത്യം അവസാനിക്കുമ്പോൾ ഒരു നല്ല പ്രതിഫലം നൽകാം. എനിക്കും ഇവിടെയുള്ള ആരുടെയെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. താങ്കളെ അയച്ചത് വിജയാദ്രിനാഥൻ തന്നെ. ഞാനുമത് വിശ്വസിക്കുന്നു. മാധവൻ തന്നെക്കുറിച്ചും തന്റെ ദൗത്യത്തെക്കുറിച്ചും ചുരുക്കി പറഞ്ഞു കേൾപ്പിച്ചു. അറിയാവുന്നത് മാത്രം. വൃദ്ധൻ ശ്രദ്ധയോടെ എല്ലാം കേട്ടു. അങ്ങ് വിജയിക്കും തിരുമേനി. ഈ വിജയാദ്രിനാഥന്റെ മുന്നിൽ വന്ന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും തോന്നുമടങ്ങിയ ചരിത്രമില്ല. അങ്ങ് വിജയിയായേ മടങ്ങൂ. വൃദ്ധന്റെ അനുഗ്രഹം മാധവന്റെ ഉള്ളിൽ കുളിരി ചൊരിഞ്ഞു. വിഷ്ണുനാരായണൻ നമ്പൂതിരി പരിചയമുണ്ടായിരുന്നു. ശുദ്ധനും നല്ലവനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനെയൊരു അപകടം സംഭവിക്കുമെന്ന് വെച്ചാൽ അത് വകവച്ചു കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞനാച്ചൻ പണ്ടേ ദുർഗുണനാണ്. അയാൾക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുമാണല്ലോ. തിരുമേനിയുടെ സ്വത്തിൽ നിന്ന് ഒരു ചക്രം പോലും അനുഭവിക്കാൻ അയാളെ ഇടയാക്കരുത്. രാമപിഷാരടി ആത്മാർത്ഥമായാണിത് പറഞ്ഞത്. ഞാൻ ശാരത്തേക്ക് ചെല്ലട്ടെ. അങ്ങേക്കുള്ള പാലും പഴങ്ങളും എത്തിക്കാം. പൂജയ്ക്കുള്ളതെല്ലാം ഒരുക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്താം. വളരെ സന്തോഷം പിഷാരടി. എനിക്കിപ്പോൾ ഒന്നുകൂടി വിശ്വാസം വന്നിരിക്കുന്നു. എന്റെ ദൗത്യം വിജയിക്കാതിരിക്കില്ലെന്ന്. നേരം നന്നേ പുലർന്നു. അങ്ങ് പൊയ്ക്കോളൂ. മാധവനും ആഹ്ലാദമായി. അപ്രതീക്ഷിതമായി അറിയാത്ത നാട്ടിലൊരു ആശ്രയം ഉണ്ടായവന്റെ സന്തോഷം. പിഷാരടി യാത്ര പറഞ്ഞു പോയി. ഇനി തന്റെ കർമ്മങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കാം. ഒരു സഹായിയെ വീണുകിട്ടുകയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. ഗുഹയിൽ പൊട്ടിപ്പൊളിഞ്ഞ പീഠത്തിലിരുന്ന് മാധവൻ പെട്ടിയിൽ നിന്നൊരു താളിയോല കെട്ടെടുത്തഴിച്ചു. ഇന്ന് പഠിക്കാനുള്ള പാഠങ്ങളാണ്. വൈകുന്നേരം പിഷാരടി എത്തും മുമ്പേ അതത്രയും പഠിച്ചു തീർക്കണം. രുദ്രനെതിരെ ചെയ്യേണ്ട ഒരു കർമ്മം. മാന്ത്രിക പഠനങ്ങളും ഒഴുകി അങ്ങനെയിരിക്കെ സമയം കടന്നു പോയത് മാധവൻ അറിഞ്ഞതേയില്ല. 1.5 നാഴിക കഴിഞ്ഞിരിക്കണം. ഗുഹാമുഖത്ത് നേരിയ ഒരു കാൽപ്പെരുമാറ്റവും വളകിളിക്കവും കേട്ടു. വെളുത്തു മെലിഞ്ഞ ഒരു സുന്ദരി. അവളുടെ കയ്യിൽ ഒരു ഓട്ടുമന്ത. ഞാൻ സീത. അച്ഛൻ പറഞ്ഞു ഇതിവിടെ തരാൻ. സങ്കോചത്തോടെ മാധവനെ എന്ന് നോക്കിയിട്ട് അവൾ പറഞ്ഞു. ഓ, പിഷാരടിയുടെ മോളാണല്ലേ. താൽപര്യത്തോടെ മാധവൻ പെൺകുട്ടിയോട് തിരക്കി. പാത്രം തറയിൽ വെച്ചോളൂ, ഞാൻ എടുത്തുകൊള്ളാം. പാൽപാത്രം വെറും തറയിൽ വെച്ചിട്ട് പെൺകുട്ടി നാണത്തോടെ അകന്നു നിന്നു. മാധവൻ വീണ്ടും അവളെ ശ്രദ്ധിച്ചതേയില്ല. ഒരു ബ്രഹ്മചാരി പെൺകുട്ടികളെ ശ്രദ്ധിക്കേണ്ടതില്ല. ജീവിതത്തിൽ ഒരിക്കലും സ്ത്രീകളുമായി സംസർഗം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തുകൊണ്ടാണ് മാന്ത്രികനാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം ജീവിതാന്ത്യം വരെ പുലർത്തണം. പിഷാരടി മകളുടെ കയ്യിലത് കൊടുത്തുവിടേണ്ടിയിരുന്നില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും സ്ത്രീ തൊട്ട പാത്രമായതുകൊണ്ട് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷമേ മാധവൻ ആ പാത്രത്തിൽ സ്പർശിച്ചുള്ളൂ. കുഞ്ഞനാച്ചന്റെ വീട്ടിലെ പൂജാമുറിയിൽ മഷിവെറ്റിലയിലൂടെ മാധവന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രുദ്രൻ നമ്പൂതിരിയുടെ മിഴികൾ പൊടുന്നനെ ഒന്ന് തിളങ്ങി. അനുകൂലമായ എന്തോ ഒരു ദർശനം അയാൾ സാധിച്ചിരിക്കുന്നു. സീത പാൽപാത്രവുമായി ഗുഹാമുഖത്തേക്ക് വരുന്നതും മാധവനുമായി സംസാരിക്കുന്നതും രുദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തന്റെ ചാത്തൻ മൂർത്തിയുടെ പരാജയം കൂടി സംഭവിച്ചപ്പോൾ വിടാതെ മാധവനെ സൂക്ഷിക്കാനാണല്ലോ രുദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. പിഷാരടിയുമായുള്ള ചങ്ങാത്തവും നേരത്തെ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ പുതിയ ചില നീക്കങ്ങളിലേക്ക് രുദ്രന്റെ മനസ്സ് വ്യാപരിച്ചു. ഇപ്പോഴിതാ സീതയും. വരട്ടെ, മാധവന്റെ തുടർന്നുള്ള നീക്കങ്ങളും പഠിക്കാം. വെറുതെ മൂർത്തികളെ അവന്റെ നേരെ പറഞ്ഞയച്ചതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. മൂർത്തികളിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അതവന്റെ മാത്രം കഴിവല്ല. അവനെ സഹായിക്കാൻ ബ്രഹ്മരക്ഷസും ഒപ്പമുണ്ടോ? ആ ചിന്ത രുദ്രനെ നടുക്കി. അതുവരെ തോന്നാത്തതും ശ്രദ്ധിക്കാത്തതും ആ കാര്യമാണ്. പഠിച്ചു തുടങ്ങുന്ന ഒരു മാന്ത്രികന് ലഭിക്കുന്ന സിദ്ധിയേക്കാൾ ഏറെ മാധവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. സാരമില്ല, ഇനി അതും ശ്രദ്ധിക്കാം. ഇത്ര പൊടുന്നനെ അവനെതിരെ മൂർത്തികളെ നിയോഗിച്ചതും തന്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ചയാണെന്ന് രുദ്രൻ മനസ്സിലായി. അത് വേണ്ടായിരുന്നു. ആദ്യം അവനെ പഠിക്കണമായിരുന്നു. അവന്റെ ചലനങ്ങൾ നിരീക്ഷിക്കണമായിരുന്നു. എന്നിട്ട് തക്കം പാർത്തിരുന്ന് കൈകാര്യം ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഒന്നും നടന്നില്ല. തുടക്കം തന്നെ പാളിപ്പോയി. താൻ അവന് പിടികൊടുക്കുകയായിരുന്നില്ലേ? അങ്ങനെയാണ് ഫലത്തിലുണ്ടായിരിക്കുന്നത്. വന്ന ദിവസം തന്നെ തമ്മിൽ കണ്ടു. അതുകൊണ്ട് കുഴപ്പമില്ല. ആരംഭശൂരത്വം കുറച്ചു കൂടിപ്പോയി. ഇനി
കരുതലോടെ വേണം നീങ്ങാൻ. അങ്ങനെ നീങ്ങിയാലേ കാര്യമുള്ളൂ. മാധവൻ എതിർക്കുന്ന നേരത്തിന് തൊട്ടു മുൻപേ ബ്രഹ്മരക്ഷസിനെ തളയ്ക്കണം. ചെറിയൊരു ബന്ധനാവസ്ഥയിലെങ്കിലും ആക്കണം. അപ്പോൾ കാണാം ഫലം. നല്ല ആശയം. അടുത്ത 2-3 ദിവസത്തേക്ക് താൻ തീർത്തും നിശബ്ദനാകുന്നു. ആ കഥ കുഞ്ഞനാച്ചനോടും പറയണം. പിഷാരടിയുടെ മകളിലൂടെ ഒരുപക്ഷെ അവനെ ഒതുക്കാൻ കഴിഞ്ഞേക്കും. മാധവൻ നമ്പൂതിരി പ്രഭാത ഭക്ഷണത്തിന് ശേഷം വീണ്ടും മാന്ത്രിക പാഠത്തിലേക്ക് തിരിഞ്ഞു. ഇവന്റെ ഈ പഠനം ഒന്നും മുടക്കാൻ കഴിയുന്നില്ലല്ലോ. രുദ്രൻ തലപുകഞ്ഞാലോചിച്ചു. അല്ലെങ്കിൽ അതുകൊണ്ടെന്താ നേട്ടമുണ്ടാക്കാനാണ്? അവൻ പഠിച്ചോട്ടെ. എത്ര പഠിച്ചാലും അതുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ പോണില്ലല്ലോ. അവനൊടുങ്ങുമ്പോൾ അവന്റെ പഠനവും ഒടുങ്ങുമല്ലോ. അത് മതി. ആ ഔദാര്യം രുദ്രൻ മാധവന് നൽകി. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. സമയാസമയങ്ങളിൽ ശാരത്ത് നിന്ന് മാധവനുള്ള ഭക്ഷണവുമായി സീത വന്നു. അവളെ പറഞ്ഞയക്കരുതെന്ന് പിഷാരടിയുടെ മുഖത്തു നോക്കി പറയാൻ മാധവന് കഴിഞ്ഞില്ല. പാവം, അവൾ വന്നോട്ടെ. കൊണ്ടുവരുന്ന പാത്രം ഗുഹാമുഖത്ത് വെച്ച് അവളൊരു നിശബ്ദ ജീവിയെപ്പോലെ നടന്നകൊല്ലുകയാണ് പതിവ്. അവളെക്കൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല. 3-ാം ദിവസമാണ് രുദ്രൻ തന്റെ പ്രയോഗം നടത്താൻ ഉറച്ചത്. പതിവ് പോലെ പാൽ നിറച്ച മൊന്തയുമായി ശാരത്ത് നിന്നിറങ്ങി തിരിച്ച സീതയെ പ്രതീക്ഷിച്ച് ക്ഷേത്രത്തിന്റെ താഴ്വാരത്തിൽ ഗുഹയിലേക്ക് തിരിയുന്ന മുക്കിൽ ഒരു വൃദ്ധ സ്ത്രീ വന്നു നിന്നിരുന്നു. ക്ഷേത്രദർശനം കഴിഞ്ഞിറങ്ങിയ ഒരു ഭക്തിയെപ്പോലെ കയ്യിൽ ഇലപ്പൊതിയുമായി വൃദ്ധ കാത്തു നിൽക്കുകയായിരുന്നു, സീതയെയും കാത്ത്. ആ സ്ത്രീ രുദ്രനയച്ചൊരു ദുർദേവതയുടെ മറ്റൊരു മുഖമാണെന്ന് സീത തിരിച്ചറിയുന്നതെങ്ങനെ? അവൾ അവരുടെ അടുത്തെത്തിക്കഴിഞ്ഞു.